നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നമസ്കാരം. ഞാൻ ഇടയ്ക്ക് നമ്മളൊരു 1-2 പ്ലാൻ ഇതിനകത്ത് വെച്ചിട്ട് സമയത്ത് ചില കാര്യങ്ങളങ്ങ് വിട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇച്ചിരി ഡിലേ വരുന്നത്. തുടക്കക്കാരല്ലേ. ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് ഇപ്പോൾ 74 ഏകദേശം 80 സംതിങ് ആളുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് സൂക്ഷ്മ നിരീക്ഷണവും ദീർഘവീക്ഷണവും. ഇങ്ങനൊരു വിഷയം ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേൾക്കാനല്ലേ എല്ലാവർക്കും? ഓക്കെ 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 താങ്ക് യു. അതായത് ഈ തിങ്കളാഴ്ച ദിവസം നമ്മുടെ പുതിയ ബാച്ചുകാർ കൂടിയൊക്കെ അറിയാനാണ്. തിങ്കളാഴ്ച ദിവസം നമ്മൾ സാധാരണ നമ്മൾ എനർജിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നതും പ്രകൃതിയെ നിരീക്ഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ പ്രാക്ടീസ് സെക്ഷനിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി തുടക്കം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബേസിക് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെ ശരിക്ക് നമ്മൾ ഈ ദീർഘവീക്ഷണവും സൂക്ഷ്മ നിരീക്ഷണവും, ഇപ്പോൾ നമുക്ക് ഏതൊരു കാര്യം കിട്ടിയാലും നമുക്ക് അതിനെ നല്ല രീതിയിൽ പരിശോധിക്കാൻ നമ്മുടെ ഗ്രൂപ്പിന് കഴിയും എന്നുള്ളതാണ് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. നമുക്കെല്ലാവർക്കും ഒരു വിഷയം കിട്ടിയാൽ മതി. ഏത് കിട്ടിയാലും അതിനെ ഒരു ആശയ രൂപീകരണത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് നമ്മളുടെ തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മധൈര്യം, ഇങ്ങനെ എല്ലാ മേഖലകളെയും എനർജിക്കാക്കുന്ന ഉണർത്തുന്ന ഒരു മേഖല തന്നെയാണ് മേഖല തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഉള്ള, അതായത് 29-ാം തീയതി തുടങ്ങാൻ പോകുന്ന ബാച്ചിലുള്ളവർ ഇപ്പോൾ ഇതിനകത്തുണ്ട്. അവർക്ക് ഒരു പിടി കിട്ടില്ല, എങ്ങനെയാണ് ഇവരെങ്ങോട്ടാണ് ക്ലാസ് കൊണ്ടുപോകുന്നതെന്ന് അറിയത്തില്ല. തൽക്കാലം നിങ്ങൾ ഇതിനകത്ത് 29-ാം തീയതി വരെ ഈ ക്ലാസ്സിൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് 29-ന് ശേഷം ഓരോ ദിവസവും അതിനനുസരിച്ചുള്ള ഓരോ ദിവസത്തെ നോട്ട് തന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് ഒരു ധാരണയിലെത്താൻ പറ്റും ഈ ഒരു സെക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കഴിവതും വരാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ നിങ്ങൾ ഇതിലേക്ക് വരിക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. കുറച്ചുകൂടെ അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഇത് എങ്ങോട്ടാണ് എവിടെയാണ് എത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ പുതിയ ബാച്ചുകാരുടെ അടുത്താണ് പറഞ്ഞത് കേട്ടോ, ബാക്കിയുള്ളവർക്ക് അറിയാതെ. വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്ന് പറയുന്നത് ആശയ രൂപീകരണം. ജീവിതത്തിൽ നമ്മളെല്ലാ കാര്യത്തിലും ഒരു ആശയ രൂപീകരണമുണ്ട്, പ്രപഞ്ചത്തിനൊരു ആശയ രൂപീകരണമുണ്ട്. എല്ലാ മേഖലകളിലും ആശയ രൂപീകരണത്തിനകത്താണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ആശയ രൂപീകരണം കുറച്ചും കൂടി ഏത് ലെവലിലേക്ക് നമ്മുടെ ശ്രദ്ധാ തത്വം ഇവിടെ വർക്ക് ചെയ്യണമെന്ന് കേട്ടോ. അതായത് സൂക്ഷ്മ നിരീക്ഷണവും ദീർഘവീക്ഷണവും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു മൈൻഡ് ഇട്ടേക്കുമ്പോൾ തന്നെ ഇനി ആശയവിനിമയം വരുമ്പോൾ ഒരു വിഷയത്തെ ആശയവിനിമയം ചെയ്യാമെന്ന് മാത്രമല്ല, അതിൻ്റെ 2 കാതലാണ് ഈ സൂക്ഷ്മ നിരീക്ഷണവും അതുപോലെ തന്നെ ദീർഘവീക്ഷണവും. മനസ്സിലായോ? ഇനി നമ്മൾ ആശയവിനിമയം ചെയ്യുമ്പോൾ ഇത് രണ്ടും നമ്മൾ മുറുകെ പിടിച്ചിട്ട് ആകുമ്പോൾ കുറച്ചും കൂടി ആശയവിനിമയത്തിന് കുറച്ചും കൂടി ഞാൻ ഈ ആശയവിനിമയം ചെയ്യുന്നതിൽ സൂക്ഷ്മമായിട്ടുള്ള വീക്ഷണം ഉണ്ടോ, സൂക്ഷ്മമായി അതിന് ഞാൻ അതിൻ്റെ അകത്തേക്ക് വീണ്ടും ഇറങ്ങി ചെല്ലാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മളുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സ് അതിനു വേണ്ടി തയ്യാറാവും. പതിയെ അതിനുവേണ്ടി തയ്യാറാവും. കാരണം സൂക്ഷ്മത നോക്കണം എന്നൊരു തയ്യാറെടുപ്പ് ആരെടുക്കും? നമ്മുടെ മൈൻഡ് എടുക്കും, മനസ്സെടുക്കും. അല്ല, സൂക്ഷ്മ നിരീക്ഷണം ഓട്ടോമാറ്റിക്കലി അങ്ങ് നടക്കുന്ന സാധനങ്ങളല്ല. അപ്പോൾ തീർച്ചയായിട്ടും സൂക്ഷ്മ നിരീക്ഷണം. അപ്പോൾ ഇനി നമ്മൾ ആശയവിനിമയം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? അതിനൊരു സൂക്ഷ്മ നിരീക്ഷണവും കൂടി വേണം. നമുക്കൊരു ആശയം കിട്ടി, അത് അതേപോലെ പറഞ്ഞ് നമ്മൾ തുടങ്ങി, അതിനോടൊപ്പം നമ്മളെ മനസ്സിലൂടെ അങ്ങ് ആവശ്യപ്പെട്ട് വെച്ചിക്കുക,
ഇത്രേ ഉള്ളൂ. അതിനുവേണ്ടി പ്രത്യേക നിന്നും എടുക്കണ്ട. മനസ്സിനോട് ആവശ്യപ്പെട്ടേക്കുക, എന്താണ്, ഞാൻ ഈ പറയുന്ന വിഷയത്തിലെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണോ പറയുന്നത്. ഓക്കെ, കണക്റ്റ് ആയോ? പറഞ്ഞു മനസ്സിലായോ? ഓക്കെ ഓക്കെ. ആ സൂക്ഷ്മ നിരീക്ഷണം എത്ര നാളുകൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതായത് ഇന്ന് നമ്മൾ ദീർഘവീക്ഷണത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? സൂക്ഷ്മ നിരീക്ഷണം ശ്രദ്ധാ തത്വമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ദീർഘവീക്ഷണം ബന്ധപ്പെട്ട് കിടക്കണം എന്ന് പറയുന്നത് രൂപാന്തര തത്വവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യത്തെ നാളെയോ വരും കാലങ്ങളിലോ 10 വർഷം കഴിഞ്ഞോ 100 വർഷം കഴിഞ്ഞോ ഇതിന്റെ ചേഞ്ചും കൂടി, ഇതിന്റെ രൂപമാറ്റവും കൂടി മനസ്സിലാക്കി ചിന്തിക്കണം. സാധ്യത ഇവിടെ നമ്മൾ പറയുന്ന കാര്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നമ്മളെ മനസ്സിന്റെ അടുത്ത് പറഞ്ഞേക്കുക. നമ്മൾ പ്രത്യേകിച്ച് അതിന് വേണ്ടി പണിയും കൊടുക്കണ്ട, അത് വേറെ പ്രാക്ടീസ് നമ്മൾ തരും. അതിന്റെ കൂടെ ഈ രൂപാന്തര തത്വം, അതായത് ഇന്നത്തേൽ നിന്ന് നാളെ ഇന്നിപ്പോ ഒരു നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ നമ്മളൊരു തയ്യാറെടുപ്പിന് വേണ്ടിയാണ്, നമ്മുടെ പ്ലാനുകൾ ഡെവലപ്പാക്കാൻ വേണ്ടിയാണ്, നിരവധി ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ തുടങ്ങുന്ന ഒരു പ്ലാൻ, നമ്മളൊരു എന്തായാലും ശരി, ആ പ്ലാനിനെ സൂക്ഷ്മമായി ആ പ്ലാനിന് വേണ്ടിയുള്ള ആശയ രൂപീകരണം സൂക്ഷ്മമായി നോക്കുമ്പോൾ തന്നെ അത് 10 വർഷം കഴിഞ്ഞാൽ നമ്മളുടെ ഈ പ്ലാൻ ഏത് ചേഞ്ചിലേക്കാണ് മാറേണ്ടത്, അല്ലെങ്കിൽ ഏത് ചേഞ്ചിലേക്കാണ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ആൾക്കാരായിരിക്കില്ല 10 വർഷം കഴിഞ്ഞ് എൻ്റെ കോഴ്സിൽ വരിക. അപ്പൊ ഇവിടത്തെ നമ്മളുടെ ഓരോരുത്തരുടെയും തോട്ട് പ്രോസസ്സ് ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണോ, ഇപ്പോൾ ഈ മൈൻഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നിരവധി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷനെ കുറിച്ച് നടക്കുന്നുണ്ട്, അങ്ങനെ നിരവധി ബിസിനസ്സിനും അതിനൊക്കെ ആയിട്ട് നിരവധി കാര്യങ്ങൾ നടക്കുന്നുകൊണ്ടാണ് ഇതിൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ കൂടുന്നത്. കാരണം എല്ലാവരും ബ്രെയിനിൽ ഔട്ടിൽ നിന്ന് ഇത് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞാൽ അന്നത്തെ ജനങ്ങൾ എന്തായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളതെന്ന് നമ്മളെ മനസ്സിലൂടെ ചോദിച്ചേക്കണം. മനസ്സിലായോ? ഞാൻ പറയുന്ന കണക്റ്റ് ആയോ? അത് ഇവിടുത്തെ ഇതേപോലെ അവിടെ എത്തില്ല. അവിടെ രൂപാന്തര മാറ്റം വരും. അന്നത്തെ അവിടുത്തെ ആൾക്കാരുടെ ആവശ്യങ്ങൾ വേറെ ആയിരിക്കും. ഈ 20 വർഷം കഴിഞ്ഞ് വരുന്ന ഒരു ജനറേഷന്റെ, അപ്പൊ ഇന്ന് 20 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്കൊരു 30 വയസ്സ്, മിനിമം ഒരു 30 വയസ്സ് കൂട്ടിക്കുക. നമുക്ക് ഈ കോഴ്സൊക്കെ എന്ന് പറയുന്നത് 30 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാരായിരിക്കും വരാൻ സാധ്യത ഉള്ളത്. അതിന് താഴോട്ടുള്ള ആൾക്കാർ വരില്ല. 30 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ വരിക. അപ്പൊ നമുക്കറിയാം. പക്ഷെ അങ്ങനെയെങ്കിൽ ഇന്ന് 10 വയസ്സായ കുട്ടികളെ എന്ത് ചെയ്യണം? നിരീക്ഷിക്കണം. ഇവർ 30 വയസ്സിൽ എന്തായിരിക്കും ഇവരുടെ പ്ലാൻ, ഇവരുടെ ചിന്താ രീതികൾ എങ്ങനെ ഇരിക്കും, ഇവരുടെ സാധ്യതകൾ എങ്ങനെ ഇരിക്കും, ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റണം. ഇത് ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല, അത് മാത്രമായിട്ട് കാണരുത്. നാളെ നമ്മൾ എവിടെ ചെന്ന് നിൽക്കണം എന്നറിയണമെങ്കിലും ഈ ഒരു പ്രോസസ്സ് നോക്കണം. ഇന്നത്തെ 10 വയസ്സായ കുട്ടികളുടെ സെൻസ് എന്താണ്, അവർ ഏത് കാര്യത്തിലാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 30 വയസ്സിൽ അവർ ഈ താല്പര്യവും അവിടെ നിലനിൽക്കില്ലേ എന്നൊക്കെ നമുക്ക് നിരീക്ഷിക്കണമെങ്കിൽ, ദീർഘവീക്ഷണത്തെ കുറിച്ച് നിരീക്ഷിക്കാനും സൂക്ഷ്മ നിരീക്ഷണം വേണം. മനസ്സിലായോ? വളരെ രസകരമായ ഒരു രീതിയിൽ ഇങ്ങനെ കളിയും ചിരിയിലൂടെ പഠിച്ചു പോകുന്നതാണ് നല്ലത്. മനസ്സിലായി? സിമ്പിളായിട്ട് പഠിച്ചു പോകണം. അല്ല നമ്മൾ അതിനൊക്കെ ഭയങ്കര ഇതായിട്ട് വെച്ചിരുന്ന ബ്രെയിൻ ഭയങ്കരമായിട്ട് എടുത്ത് പണിയെടുക്കണം. അപ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഹാങ് ആവും. അപ്പൊ അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഇങ്ങനെ ഈ ഒരു സിമ്പിളിൽ ചിന്തിച്ചാൽ മതി. മനസ്സിനോട് ഇട്ടേക്കുക. ഞാൻ ഇനി പറയുന്ന കാര്യത്തിൽ ആശയ രൂപീകരണം നടത്തുമ്പോൾ അതിൽ സൂക്ഷ്മ വീക്ഷണം വേണം. അതിനോടൊപ്പം ദീർഘമായിട്ടുള്ള വരും കാലങ്ങളിലേക്കുള്ള നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിനും കൂടെ അതിനെ ആ ആശയവിനിമയത്തിൽ സാധ്യത കൊടുക്കണം. പിടികിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ.
വളരെ രസമായിട്ട് മനസ്സിനോട് ഇട്ടാൽ മതി, മനസ്സിനോട് അങ്ങ് പറഞ്ഞിരുന്നാൽ മതി, ബാക്കി അയാൾ ചെയ്തോളും. അല്ലാതെ അതിനു വേണ്ടി വലിയ പണി എടുക്കണ്ട. ഓക്കെ, വളരെ സന്തോഷം അത് മനസ്സിലായത്. വളരെ സിമ്പിളല്ലേ സംഭവം. 2 തത്വങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള മാഗ്നറ്റിക് ഊർജ്ജ തത്വവും ബാക്കി എല്ലാം എന്നോട് നടന്നോളൂ. പക്ഷെ പ്രധാനമായിട്ടും ശ്രദ്ധാതത്വവും അതിനോടൊപ്പം രൂപാന്തര തത്വവും, ഈ 2 തത്വങ്ങളെയും കൂടെ അവിടെ പ്രധാനമായിട്ടും വർക്ക് ചെയ്യിപ്പിക്കുന്നു. അതിനിടയ്ക്ക് ബാക്കിയുള്ള തത്വങ്ങൾ നടന്നോളും. ഇപ്പോൾ ഈ കാര്യം പറയുമ്പോൾ ആദ്യമായി കേൾക്കുന്നവർക്ക് ഈ തത്വങ്ങൾ എന്താണ് എന്നൊക്കെ ചിലപ്പോൾ 10ാമത്തെ ബാച്ചുകാർക്കും തോന്നും. നിങ്ങൾക്കും കോസ്മിക് തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു ഏരിയ വരും. ആ വരണ സമയത്ത് കൃത്യമായിട്ടുള്ള ക്ലാസ് കിട്ടും. അല്ലെങ്കിൽ കോസ്മിക് തത്വങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ അടുത്ത ബാച്ച് 9നും ബാച്ച് 8നൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അതിലോട്ട് ജോയിൻ ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, നിങ്ങൾ കൃത്യമായും നിങ്ങൾ ക്ലാസ്സിൽ തരുന്ന നോട്ടാണ് ക്രമത്തിന് ചെയ്യാനുള്ളത്. ഇത് ഏത് വഴി പോയാലും നിങ്ങൾ ക്ലാസ്സിൽ തരുന്ന നോട്ടുമായി ബന്ധപ്പെട്ട് തന്നെ കണക്ട് ചെയ്ത് വരും. നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ആദ്യം കേൾക്കുന്ന സമയത്ത് അത് മനസ്സിലാകുന്നില്ലല്ലോ, അത് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ സ്ട്രെയിൻ കൊടുക്കരുത്. കാരണം തലച്ചോറിന് ആദ്യം അങ്ങനെ ഒരു ഡാറ്റാസ് ബ്രെയിനിൽ വേണം. അങ്ങനെ ഡാറ്റാസ് ബ്രെയിനിൽ ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത് എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ തലച്ചോറ് കിടക്കുന്ന ഈ ഡാറ്റാസുമായിട്ട് കണക്ട് ചെയ്യും. അവിടെ തൊട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചു തുടങ്ങുന്നത്. സാധാരണ നമ്മൾ എന്തെങ്കിലും പഠിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യത്തെ 2ാമത്തെ 3ാമത്തെ ക്ലാസ്സൊക്കെ എടുത്ത് ഇതൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെ പറയരുത്. കാരണം മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ എനിക്ക് മനസ്സിലാവണമല്ലോ, നമ്മുടെ മനസ്സിന് മനസ്സിലാവണമെങ്കിൽ അതിന്റെ ഡാറ്റാസ് മുമ്പ് എപ്പോഴെങ്കിലും നമ്മുടെ തലച്ചോറ് വേണം. അതില്ല എങ്കിൽ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ ആദ്യത്തെ ജോലി എന്താ? ഡാറ്റാസ് എല്ലാം അവിടെ നിറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2 വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആ കുട്ടി ഡാറ്റാസുകൾ നിറക്കുകയാണ്. എന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? അത് ഔട്ട് ചെയ്ത് തുടങ്ങുന്നത്, സംസാരിച്ച് തുടങ്ങുന്നത്, കാര്യങ്ങൾ വ്യക്തമാക്കി തുടങ്ങുന്നത്. അപ്പോൾ ആ ഡാറ്റാസ് ഇല്ലെങ്കിൽ അവർക്ക് എന്തില്ല? ഇപ്പോഴും നമുക്ക് പുതിയ വിഷയങ്ങളെല്ലാം നമുക്കിപ്പോഴും നമ്മളൊരു കുട്ടികൾ തന്നെയാണ്. ആ വിഷയത്തിൽ നമ്മൾ കുട്ടികൾ തന്നെയാണ്. ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം ഏത് കാര്യം ചെയ്യുമ്പോഴും. അപ്പൊ അതിനങ്ങ് കേട്ടങ്ങ് കളഞ്ഞേക്കണം. കാരണം ന്യൂറോൺസിൻ്റെ അകത്ത് ഡാറ്റാസുകൾ വീഴുക എന്നുള്ളത് മാത്രമാണ്. അവിടെ പിന്നെ ആ സമയത്ത്, അതായത് അകത്തേക്ക് ന്യൂറോണിലേക്ക് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനെ ന്യൂറോണിലേക്ക് എത്തുന്ന സമയത്തേ അതിനെ തിളപ്പിച്ച് അതിനെ ചൂടാക്കി ഇനി പുറത്തോട്ട് അപ്പോൾ തന്നെ ഇതിന്റെ റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. നമ്മളെ തലച്ചോറ് നമ്മളെ മടിയനാക്കും. കാരണം ചുമ്മാ നമ്മൾ തലച്ചോറിനെ പണിയെടുപ്പിക്കുകയാണ്. അപ്പൊ തലച്ചോറ് പറയും, ഇവ ഇപ്പൊ കുത്തിപ്പൊക്കൊണ്ട് വരും, ഇപ്പൊ തന്നെ അവന് റിസൾട്ട് കിട്ടണം. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവരെന്തെങ്കിലും ഒരു സാഹചര്യം സെറ്റ് ചെയ്ത് ആ ഒരു പ്രവൃത്തിയിൽ എന്ത് ചെയ്യാം? അവനെ പയ്യെ അങ്ങ് മടിയനാക്കി വെറുതെ അങ്ങ് ഇരുത്താം. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? എന്നെ ഇട്ട് വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കും. മനസ്സിലായോ? ഇങ്ങനെയാ വരുന്നത്. നമ്മൾ പലതും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാതെ ചെയ്താലും മടി കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചാൽ നമ്മൾ അനാവശ്യമായി ബ്രെയിന് ഇട്ട് പണിയെടുക്കുന്നുണ്ട്. ആദ്യം കഴിവതും ഒരു 2 തവണയൊക്കെ കേൾക്കുന്നതും നമ്മൾ വലിയ കാര്യമാക്കണ്ട. അത് ഔട്ട് ചെയ്യുന്നില്ലെന്ന്. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ ക്ലാസ് കൊടുക്കുമ്പോഴും നിങ്ങൾ പഠിപ്പിക്കുമ്പോഴും പഠിപ്പിച്ചൊരു കാര്യം പഠിപ്പിച്ചൊന്നാൽ അപ്പോഴും തന്നെ ആ കുട്ടി തിരിച്ചിങ്ങോട്ട് അതിനെക്കുറിച്ചും അതിന്റെ വിശദീകരിച്ചും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അപ്പോഴാ കുട്ടിയോട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കാര്യമായിട്ട് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ, നിന്നെ പഠിപ്പിച്ചില്ലേ? അപ്പൊ ഇതിനകത്ത് വേറെ ഏതെങ്കിലും കുട്ടികൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ആൻസർ അങ്ങ് പറയും. അതിന്റെ കാരണം എന്താണ്? ഇതിന്റെ ഏതെങ്കിലും ഡാറ്റാസ് ആ കുട്ടിക്ക് മുമ്പ് എവിടെന്നാ കിട്ടിയിട്ടുണ്ട്, ഈ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് പറയും? നീ ആ കുട്ടിയെ കണ്ട, ആ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, പിന്നെ നിനക്ക് എന്ത് മനസ്സിലാവാത്തത്? ഫസ്റ്റ് തന്നെ ഈ പ്രഷർ കയറി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ആ വിഷയം വരണ സമയത്തെ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ എന്ത് ചെയ്യും? റെപ്റ്റീലിയൻ ബ്രെയിനിലെ ഐസ് മോഡലായിട്ട് ഫ്രീസ് ആകുന്ന മോഡലിലേക്ക് സ്തംഭിക്കുന്ന മോഡലിലേക്ക് തലച്ചോറ് മാറും. കാരണം ഒരിക്കൽ ഈ ഒരു കാര്യം കാരണമാണ് എനിക്ക് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എനിക്ക് എന്തുണ്ടായിട്ടുള്ളത്? പീഡനം കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുള്ളത്?
മറ്റൊരു മുമ്പ് കളിയാക്കപ്പെട്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് കഴിവില്ല, ഇതിനെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് എത്തിച്ചതിന്റെ ഭാഗമായി ഈ വ്യക്തി പിന്നെ ആ വിഷയം കേൾക്കാൻ ഇദ്ദേഹത്തിന്റെ ബോധതലം തയ്യാറാകില്ല. പെട്ടെന്ന് അതിൽ നിന്ന് സ്കിപ്പായി മാറും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മ നിരീക്ഷണമൊക്കെ നടത്തുമ്പോഴും ഞാനിത് പറഞ്ഞ കാര്യം ഇതാണ്, നമ്മൾ ആശയവിനിമയം മാക്സിമം നമ്മളെ മൈൻഡിൽ വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുക. അതിനോടൊപ്പം തലച്ചോറുള്ള ഈ 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നാൽ മതി. അത് കുറെ നാൾ കഴിയുമ്പോൾ ഇത് നമ്മുടെ ഒരു പാറ്റേണായി മാറും. പിന്നെ സൂക്ഷ്മ നിരീക്ഷണം ഉണ്ടാവും, ദീർഘവീക്ഷണം ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും കണക്ട് ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ. പുതിയ ഷർട്ട് വാങ്ങിക്കൊള്ളാമോ? നമുക്കേ ഇത് ഞാൻ 2 ദിവസമായി വാങ്ങിയിട്ട് ഇന്നലെ ഷർട്ട് മേടിക്കാൻ പോയോണ്ടല്ല വരായിരുന്നത്. സത്യത്തില് ഇന്നലെയും മെനിഞ്ഞാന്നും എനിക്ക് ക്ലാസ് എടുക്കാം. ഓഹോ, ഷിബു സാർ പറഞ്ഞ അത്ര പോരെന്ന്. കൊള്ളാം ഏട്ടാ, ഷർട്ട് മേടിക്കാനായിട്ട് പോയല്ല, പക്ഷെ വേറെ കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. മിനിങ്ങിയോ? ഞാൻ ആകെ ടയർഡായിരിക്കണം. പക്ഷെ ഷർട്ട് ഇട്ടപ്പോ മിനിങ്ങി. വയ്യായ്മ ഉണ്ട്. വാച്ച് ഞാൻ നാളെ കൊണ്ടുപോകണം. ഇവിടെ അടുത്തിരിപ്പുണ്ട്. ഞാന് ഇതിന്റെ 2-3 ചെയിൻ ആവശ്യത്തിന് തടിയൊക്കെ ഉള്ളണ്ടേ, ഈ വാച്ചിൽ ഒരു 5-6 കെട്ട് എടുത്ത് കളയണം, എന്നാലേ കയ്യിൽ നിൽക്കും. ഏട്ടാ, സ്ട്രോക്ക് ബാങ്ക് എന്ന് പറയുന്നൊരു ഇതുണ്ട്. ഇതില് സൈക്കോളജി അറിയാവുന്നവർക്ക് അറിയാം. സ്ട്രോക്ക് ബാങ്ക് TS സൈക്കോളജിയിൽ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമാണ്. അതായത് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അംഗീകാരത്തെയാണ്, മനസ്സിലല്ലേ? അംഗീകാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണ് സൈക്കോളജിയിൽ, TS സൈക്കോളജിയിൽ. അപ്പോ മാക്സിമം നമ്മളിലൊരു സ്ട്രോക്ക് പോസിറ്റീവ് സ്ട്രോക്ക് ഉണ്ട്, നെഗറ്റീവ് സ്ട്രോക്ക് ഉണ്ട്, മനസ്സിലല്ലേ? നെഗറ്റീവ് സ്ട്രോക്കാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലം കിട്ടിയ, നേരത്തെ പറഞ്ഞ മോശമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളുടെയും ഇതാണ് നെഗറ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. പിന്നെ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല അംഗീകാരങ്ങൾ, മറ്റു മോശം അംഗീകാരങ്ങളും നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല അംഗീകാരങ്ങൾ. ഇപ്പൊ സ്ട്രോക്ക് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഏരിയ, ആ ഏരിയയിൽ പ്രധാനമായിട്ടും നമ്മൾ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യത്തിന് പോസിറ്റീവ് സ്ട്രോക്കുകൾ നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിൽ നമ്മൾ സൂക്ഷിക്കണം. അതായത് നമുക്ക് ഇന്നലെ വരെ കിട്ടിയിട്ടുള്ള, കഴിഞ്ഞു പോയ കാലങ്ങളിൽ കിട്ടിയിട്ടുള്ള നല്ല അക്കൗണ്ടുകളല്ല, അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് സ്ട്രോക്ക്, അതൊരു പണമാണെന്ന് വിചാരിക്കുക, പൈസയാണെന്ന് വിചാരിക്കുക. നെഗറ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത് കള്ളപ്പണമാണെന്ന് വിചാരിക്കുക, കുറച്ചുകൂടെ കണക്റ്റ് ആവും. അപ്പോൾ പൈസകൾ, തെറ്റായ പൈസകൾ കൊണ്ടുവന്ന് ഒരു ബാങ്കിൽ നിക്ഷേപിച്ച് അത് പെരുക്കുന്നതും, അതായത് നമ്മുടെ നെഗറ്റീവുകൾ കൊണ്ട് നിറച്ച് അത് പെരുക്കുന്നതും, പോസിറ്റീവായിട്ടുള്ള സ്ട്രോക്കുകൾ ബാങ്കിലിട്ട് അത് പെരുക്കുന്നതും രണ്ടാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. 2 രീതിയാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് സ്ട്രോക്ക് നമ്മളുടെ മനസ്സിൽ, പോസിറ്റീവ് സ്ട്രോക്ക് ബാങ്കിനകത്ത് നമ്മൾ നിക്ഷേപിച്ചേക്കണം. ശ്രദ്ധിച്ചോളണം. ബാക്കിയുള്ളത് നെഗറ്റീവൊക്കെ വന്നാലും നമ്മൾ ബാങ്കിനകത്തേക്ക് വെക്കാതെ പോസിറ്റീവ് സ്ട്രോക്കുകൾ എന്ത് ചെയ്യുക, വെക്കുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് സ്ട്രോക്ക് ഞാനിപ്പോൾ ഇതും കൂടെ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പോവുകയാണ്. അപ്പം പോസിറ്റീവ് സ്ട്രോക്ക് നമ്മൾ ഇതിലേക്ക് വെക്കുമ്പോൾ നമ്മളിപ്പോൾ നമുക്ക് അർഹതപ്പെട്ട പോസിറ്റീവ് സ്ട്രോക്കുകൾ നമ്മളെ മുന്നിൽ നിൽക്കുന്നവരിൽ നിന്ന് നമ്മൾ ചോദിച്ച് കൂടി വാങ്ങണം, മനസ്സിലായി? അപ്പോൾ നമുക്ക് ചോദിക്കാം, എൻ്റെ ഈ കഴിവ് എങ്ങനെ ഉണ്ട്, നല്ലത് കിട്ടും, അവരെ നിന്ന് പോസിറ്റീവ് സ്ട്രോക്കേ കിട്ടും എന്ന വിശ്വാസമുള്ളിടത്ത് എന്ന് പറയാവൂ. അല്ലാതെ നമ്മൾ ഏത് പറഞ്ഞാലും നെഗറ്റീവ് സ്ട്രോക്കാണ് തരാൻ നിൽക്കണമെങ്കിൽ അത് നമ്മൾ മേടിക്കാൻ വേണ്ടി പോയി നിൽക്കുക. എന്നിട്ട് ഇതിനെ നമ്മളെ മനസ്സിലിട്ട് പെരുക്കണം. ഇതിന് കളക്ഷൻ കൂടണം, പോസിറ്റീവ് സ്ട്രോക്കിന്റെ കളക്ഷൻ കൂടണം. അല്ലാതെ നമ്മൾ വെറുതെ കണ്ണുടച്ചിരുന്ന് എന്നെ കൊണ്ട് കഴിയും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം പ്രോസസ്സുകളങ്ങ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി കഴിയുമെന്ന് ഓർമ്മിപ്പിക്കേണ്ട തലച്ചോറിൻ്റെ അടുത്ത്.
തലച്ചോറിന് കഴിവുകളെ കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടാവും. ഇത് ഇങ്ങനെ ചെയ്യുക. ആ പോസിറ്റീവ് സ്ട്രോക്ക് നിറയ്ക്കുക. പിന്നെ ചില ആൾക്കാർ പോസിറ്റീവ് സ്ട്രോക്ക് നമുക്ക് തരുമ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യരുത്. മനസ്സിലല്ലേ? ഇപ്പൊ ഉദാഹരണം, എൻ്റെ അടുത്ത് പറയാണ്, മാഷ് ഇപ്പൊ ചെയ്ത വീഡിയോ കൊള്ളാം കേട്ടോ, ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷം, വളരെ രസമുണ്ട്, നിങ്ങളുടെ ഇത് കഴിവ് നല്ല ഇതാണ് എന്ന് പറഞ്ഞ സമയത്ത് അത് ഞാൻ സ്വീകരിക്കാനുള്ള സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരണം. അല്ലാതെ അപ്പോഴാ എൻ്റെ അടുത്ത് പറയണം ആ വീഡിയോ എന്തോന്നു, അതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്, അത് പോയി കണ്ടുപോയിക്കാണ്. ഇതൊക്കെ സിമ്പിൾ. മനസ്സിലായി? ഈ സാധനം എന്ത് ചെയ്യരുത്, വരരുത്. അത് ശരിക്കും പറഞ്ഞാൽ ആ പോസിറ്റീവ് സ്ട്രോക്കിനെ നമ്മൾ എന്താണ് നിഷേധിക്കണം, തള്ളിക്കളയണം. അത് നമ്മളെ ഹാർട്ടിൽ അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിൽ അല്ലെങ്കിൽ നമ്മളെ ഊർജത്തിൽ നമ്മളെ തുടങ്ങാനുള്ള പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പവറിൽ ഒന്നിനെയും സ്വാധീനിക്കില്ല. കണക്ട് ആയോ? പോസിറ്റീവായിട്ട് തരുമ്പോഴോ? പോസിറ്റീവായിട്ട് തരുമ്പോ സത്യസന്ധമായിട്ട് ഈ മുന്നിൽ നിൽക്കുന്ന ആളെ നമ്മളെ ഒന്ന് അംഗീകരിക്കുക എന്ന് പറയുന്നില്ലെങ്കിൽ അംഗീകരിക്കുന്നത് എന്തിനാ? സ്വാഭാവികമായിട്ടും അവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അവർക്ക് ലാഭം, അവർ ഓൾറെഡി നല്ലതിനെ അംഗീകരിക്കുന്നുള്ള ലാഭമുണ്ട് അവർക്ക്, അത് വേണം. എന്നാലും ഞാൻ പറയുന്നത് നമ്മളെ അവരെ അത്രയും സ്വീകരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള. അതിന്റെ അത്രയും അങ്ങ് ലളിതമായി കൊടുക്കാന്നേ ഉള്ളൂ അവരുടെ അടുത്ത്. മനസ്സിലായല്ലേ? അതെ, അതാണ് പറഞ്ഞത്. അത് ലളിതമായി കൊടുക്കുക. അത് വാക്കുകൾ കൊണ്ടാവണമെന്നില്ല. താങ്ക്സ് അങ്ങനെ പറഞ്ഞാലും പോയി, ബോഡി ലാംഗ്വേജ് മാറിയാലും പോയി, വോയിസ് ടോൺ മാറിയാലും പോയി. മനസ്സിലായില്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നായിരിക്കണം നമ്മൾ ആ ഇടപെടൽ ഉണ്ടാവേണ്ടത്. നമ്മൾ ചിലപ്പോ നന്ദി പറഞ്ഞാൽ പോലും, നന്ദി പറഞ്ഞില്ലെങ്കിൽ പോലും, അവരത് പറയാം, നമ്മൾ താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളുടെ ബോഡിയിൽ അവരുടെ ആ നമ്മളെ പോസിറ്റീവ് സ്ട്രോക്ക് നമുക്ക് കിട്ടുമ്പോൾ ആ നമ്മളെ ബോഡി മൊത്തത്തിൽ അത് സ്വീകരിക്കുന്ന ഒരു ബോഡി സ്ട്രക്ചർ ആയാലും മതി. ആ സമയത്ത് കണക്ട് ആയോ? അത് വാക്കുകൊണ്ടും ആവാം, നമ്മളെ ബോഡി ലാംഗ്വേജ് കൊണ്ട് വരാം. ബോഡി പോസ്റ്റർ ഉണ്ട്. നമ്മൾ നിൽക്കുന്ന അത് കേൾക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന ആ പോസ്റ്റർ പോലും അതൊരു സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്, അതിനെ നിഷേധിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ആ ബോഡി പോസ്റ്ററിൽ വരാം. ബോഡി പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന നമ്മളെ ഒറ്റ സ്റ്റില്ല് ഫോട്ടോ പോലെ നിൽക്കുന്ന ആ ഒരു ഇതിൽ വരെ ആ സ്വീകാര്യത ഉണ്ട് അല്ലെങ്കിൽ നിഷേധിക്കലുമുണ്ട്. ഓക്കെ, അപ്പൊ ഡിലീറ്റ് അത് അവിടെ കിടക്കട്ടെ. നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ്, അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കിടന്ന് ഓടണ്ട. അത് ഒരു ഭരണിക്കകത്ത്, ഒരു പാത്രത്തിനകത്ത് വേസ്റ്റ് വെള്ളമാണ് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ പുതിയ വെള്ളം, മനസ്സിലായി, പുതിയ തെളിമയുള്ള വെള്ളം ഇങ്ങനെ വീഴ്ത്തി, അതായത് അങ്ങനെ അതിലേക്ക് നിറയും തോറും അവരങ്ങ് പുറത്തു പോകും. അല്ലാതെ നമ്മൾ വീണ്ടും നമ്മളെ ശ്രദ്ധാതലം നമ്മളെ നെഗറ്റീവിന് കൊടുക്കാൻ വേണ്ടി കിടന്ന് ഓടയൊന്നും വേണ്ട. അത് നമുക്ക് പണി കിട്ടും. വീണ്ടും നെഗറ്റീവേ കൂടുള്ളൂ. വീണ്ടും നമ്മളെ ന്യൂറോൺസുകൾ എടുത്ത് കളയാൻ വേണ്ടി നമ്മൾ നെഗറ്റീവുകളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ നെഗറ്റീവുകളുടെ എണ്ണം ന്യൂറോൺസിനകത്ത് അല്ലെങ്കിൽ നെഗറ്റീവുകളെ കുറിച്ചുള്ള ചിന്ത വീണ്ടും ന്യൂറോണിന്റെ പാത്ത് ബലപ്പെട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ ഒരു ഭരണി നിറച്ച് വെള്ളം കലങ്ങിയ അല്ലെങ്കിൽ തെളിമയില്ലാത്ത വെള്ളം ഇരിക്കുന്നു വിചാരിക്കുക. അതിനെ പൂർണ്ണമായും തെളിയിക്കണമെങ്കിൽ, ആ ഭരണിയിലിരിക്കുന്ന വെള്ളത്തിനെ പൂർണ്ണമായും തെളിയിക്കണമെങ്കിൽ എങ്ങനെ പോയാലും ആ ഭരണിയിലിരിക്കുന്ന വെള്ളത്തിന്റെ ഒരു 10 ഇരട്ടി വെള്ളമെങ്കിലും അതിൽ വീത്തണം അത് തെളിയണമെങ്കിൽ. അല്ലാതെ നമുക്ക് ഇങ്ങനെ ആ പാത്രം എടുത്ത് കളഞ്ഞിട്ട് അതിനകത്തേക്ക് പുതിയ വെള്ളം വെക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ച് ഓടണ്ട. മനസ്സിലല്ലേ?
അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒന്ന് അതിനൊക്കെ നമ്മൾ ബ്ലഡ് മാറ്റുന്ന പറഞ്ഞ പോലെയാണ്. നമ്മൾ അസുഖമായിട്ടുള്ള ബ്ലഡ് മൊത്തം എടുത്തങ്ങ് മാറ്റിയിട്ട് പുതിയ ബ്ലഡ് നിറയ്ക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, അതുകൊണ്ട് ബാക്കിയുള്ള നെഗറ്റീവൊക്കെ അങ്ങ് പൊക്കോളും. നമ്മൾ പോസിറ്റീവിന്റെ വഴി അങ്ങ് പോയാൽ മതി. ആ നെഗറ്റീവിന് നേരത്തെ നമ്മൾ ഇതിൽ അകത്ത് പറഞ്ഞിട്ടുള്ള തന്നെ നമ്മളെ വിള നശിപ്പിക്കാൻ വന്ന കളയാണ്, മനസ്സിലല്ലേ? അതുപോലെ തന്നെ വിള നശിപ്പിക്കാൻ വന്ന കളയാണ്. ആ കളയെ തന്നെ പറിച്ച്, അല്ലെങ്കിൽ പറിച്ച് മീൻസ് ഇവിടുത്തെ വാക്കാണ്, അതിനെ അടർത്തി അതിനെ അഴുക്കി അത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് സൂക്ഷ്മ നിരീക്ഷണവും ദീർഘവീക്ഷണവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തിങ്കളാഴ്ച ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്നതെല്ലാം കുറച്ച് എനർജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, കുറച്ച് പ്രാക്ടീസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ തയ്യാറാണെങ്കിൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞതൊരു 10 മിനിറ്റ് എങ്കിലും നാളെ മുതൽ രാത്രിയെ നിരീക്ഷിക്കാൻ തുടങ്ങുക. ആകാശത്ത്, സ്പേസിൽ നക്ഷത്രങ്ങളൊക്കെ നോക്കി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാനുള്ള ശ്രമം നടത്തണം. പറ്റുമെങ്കിൽ നിങ്ങൾ അതിനൊരു ഫിക്സ്ഡ് സമയവും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം, നല്ലതാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ഒരു സമയം തന്നെ, ബാക്കിയുള്ള സമയം നമുക്ക് നോക്കാം. പക്ഷെ ഒരു സമയം ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഈ വരവ് പോക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സമയം തന്നെ ഫിക്സ് ചെയ്യണം. കാരണം എല്ലാ സമയത്തും അത് ഉണ്ടാവില്ല, ചന്ദ്രൻ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ വന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇത് ഓരോ ദിവസവും മാറി മാറി വരുന്നത് കാണാൻ പറ്റും. സെയിം സമയത്താണ് നോക്കണമെങ്കിൽ. അതിന് തയ്യാറാണോ? ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഓക്കെ അത് വേണം. കാരണം എനിക്ക് എന്തെങ്കിലും തരാൻ പറ്റുമെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ്. ഇവിടെ നിന്ന് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ അളന്നെടുത്തോ, അത് കിട്ടും. മനസ്സിലായില്ലേ? അളന്നെടുക്കാൻ പറ്റും നിങ്ങൾക്ക്, അത്രയ്ക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സൂക്ഷ്മ നിരീക്ഷണവും ദീർഘവീക്ഷണവും കേട്ടാ. സൂക്ഷ്മ നിരീക്ഷണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ സൂക്ഷിച്ച് സൂക്ഷ്മതയിലേക്ക് നോക്കുമ്പോഴും ദീർഘവീക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ സ്പേസിലേക്ക് നോക്കുന്നത്. അപ്പൊ അത്രയും ദൂരേക്ക് നമ്മൾ നോക്കുകയാണ്. മനസ്സിലല്ലേ? എത്രയോ രാത്രി നോക്കുമ്പോഴെന്ന് പറയുന്നത് എത്രയോ പ്രകാശവർഷം അകലെ നിൽക്കുന്ന നക്ഷത്രങ്ങളെ നമ്മൾ സ്ഥിരമായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ആ സ്ഥിരമായി ശ്രദ്ധിച്ച് നോക്കുമ്പോൾ പല ആകൃതിയിൽ നമ്മൾ ഇങ്ങനെ നോക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ അതായത് ഏറ്റവും കാണാൻ തെളിമയുള്ള നക്ഷത്രങ്ങളെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഏറ്റവും തെളിമയുള്ള ആ നക്ഷത്രങ്ങളെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ നക്ഷത്രങ്ങൾ കിട്ടുന്ന നക്ഷത്രങ്ങളെ വെച്ചിട്ടൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. രജി ടീച്ചർ ആരാണ്? മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ ഏട്ടാ, എന്റെ ഫ്ലോ പോവേ ഏട്ടാ. അപ്പൊ ചോദ്യം ഇപ്പൊ ഇത് പോട്ട് മാഷേ, ചോദ്യം എന്താണ്? അത് ഇപ്പൊ വന്നില്ലേ? അതൊക്കെ ആ സമയമാകുമ്പോ പറയാം മാഷേ. ഇതിപ്പോ വിഷയം മറിഞ്ഞു പോകും മാഷേ, കേട്ടാ. നമുക്ക് അല്ലെങ്കിൽ ഇത് ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഇത് പറഞ്ഞു തരും. നമ്മുടെ പഴയ ബാച്ചുകാരൊക്കെ ആക്റ്റീവായിട്ടുണ്ട്. ഞാൻ മാത്രമാണ് ഇതിൽ ഇത്തിരി കള്ളത്തരം കാണിച്ചു കിടക്കുന്നത്. കേട്ടാ, ബാക്കിയുള്ളവർ പറഞ്ഞോളൂ. അപ്പൊ എന്ത് ചെയ്യാ? സ്പേസിലുള്ള ആ നക്ഷത്രങ്ങളെ നോക്കണം കൂടുതൽ. അപ്പൊ പല നക്ഷത്രങ്ങളും നല്ല രീതിയിൽ തെളിഞ്ഞു വരും. അപ്പൊ ആ നക്ഷത്രങ്ങളെ നമ്മൾ ആദ്യം നോക്കുമ്പോൾ 2-3 നക്ഷത്രങ്ങൾ കാണണമെങ്കിൽ പിന്നീട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് നക്ഷത്രങ്ങൾ തെളിഞ്ഞു വരും, വളരെ വെട്ടത്തോട് വരും. ഈ നമുക്ക് ഇഷ്ടപ്പെട്ട കുറെ എണ്ണത്തിനെ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഒരു പാറ്റേൺ തയ്യാറാക്കണം, ഒരു വര വരയ്ക്കണം തമ്മിൽ. നമ്മളില്ല പണ്ട് കുത്ത് കുട്ടികൾക്കൊക്കെ നമുക്ക് പറയും എന്താണ്, കുത്തുകൾ ജോയിപ്പിച്ചുകൊണ്ട് വരച്ച് 2, 3, 4 ഇങ്ങനെ വരച്ച് ചിത്രമാക്കൂലേ, നമ്പറിട്ട്, അറിയില്ലേ? അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇതിനെ നമ്മളുടെ ഒരു നക്ഷത്രങ്ങളെ നമ്മളുടേതായ രീതിയിൽ ഒരു ആംഗിൾ സെറ്റ് ചെയ്യണം.
ഈ ആംഗിൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. നമ്മളെ ബ്രെയിനിൽ എന്താ എവിടെയൊക്കെ വിവിധ സ്ഥലത്ത് കിടക്കുന്ന ഡേറ്റാസുകളെ ഒരുമിച്ച് കൂട്ടിമുട്ടിക്കാനുള്ള സാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് വരെ ഓപ്പൺ ആവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളെ തലച്ചോറിൽ ഈ പല പല നക്ഷത്രങ്ങളെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതിനെ പരസ്പരം കോർത്തിണക്കി ഒരു ചിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ പല ചിതറിക്കിടക്കുന്ന പല ന്യൂറോൺസുകളെ പരസ്പരം കണക്ട് ചെയ്ത് മാത്രമേ ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. നമ്മളുടെ ബോധ മനസ്സിൽ ശ്രദ്ധിച്ച് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ അത് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഇന്നലെ വരെ നമ്മളെ ബ്രെയിനിൽ കിടക്കുന്ന പല ഷേപ്പുകൾ ഇല്ലാത്ത ഡേറ്റാസുകൾ കിടപ്പുണ്ട്, പല ഭാഗത്തായിട്ട് കിടപ്പുണ്ട്, പല കാലഘട്ടത്തിൽ പഠിച്ച കാര്യങ്ങൾ കിടപ്പുണ്ട്. ഈ ഡേറ്റാസുകളെ കോർത്തിണക്കുകൂടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. രമ ടീച്ചറെ ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ. അപ്പൊ ഇതിന്റെ സീരിയസ് മനസ്സിലാക്കണം. അല്ല, ഒരു സ്ഥലത്തേക്കെന്നല്ല, എല്ലാ സ്ഥലത്തേക്കും നോക്കുക. നമ്മളെ കണ്ണിൽ നമുക്ക് പുതിയ സാധനമല്ലേ നമുക്ക് കിട്ടേണ്ട. അപ്പം നമ്മളിങ്ങനെ കറങ്ങി നോക്കുക, എവിടെ നിന്ന് നമുക്ക് കുറച്ച് നേരം എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ ഇഷ്ടമാണ്. അവിടെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമാണ്. അവിടെ നോക്കുക, നോക്കി അതിനൊരു ചിത്രം തയ്യാറാക്കി എടുക്കുക. ഓക്കേണേ? നിങ്ങൾ വാക്ക് തന്നിട്ടാണ് ഞാൻ ഈ പ്രാക്ടീസ് പറഞ്ഞേക്കുന്നത്. പിന്നീട് അത് ചെയ്തില്ല എന്നൊന്നും പറയരുത്. അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പല ദിവസങ്ങളിലായിട്ട് ചന്ദ്രനൊക്കെ ഒരു സമയം തന്നെ സെലക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞ അതിനാണ്. ചന്ദ്രനൊക്കെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇടയിൽ കൂടെ പല ദിവസങ്ങളിൽ വാക്കില്ലാതെ പോണ കാണാം. മനസ്സിലായി? അപ്പോഴവിടെ നിരീക്ഷിക്കാം. അതായത് ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ പൗർണമി ദിവസം വരുന്ന ചന്ദ്രൻ, ഇപ്പൊ ഇതിനകത്ത് ചന്ദ്രനോട് കണക്ട് ചെയ്ത് ഇത് ചന്ദ്രനെ മാത്രമല്ല നോക്കേണ്ടത്, ചന്ദ്രനെ മാത്രമായിട്ടുള്ള ക്ലാസ് നമ്മൾ പറയും. പക്ഷെ ഈ സമയത്ത് ഇപ്പൊ പൗർണമി ദിവസം വരെ നമുക്ക് എന്താണ്, ഇപ്പോ പൗർണമി ദിവസം ഇപ്പോഴ് ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് നമുക്കറിയാം. അടുത്ത ഇനി പൗർണമി ദിവസം ആകുമ്പോഴത്തേക്ക് അത് കിഴക്ക് വരും. കിഴക്ക് വന്നതിന് ശേഷം അപ്പൊ നമ്മളൊരു 8 മണിയാണ് സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുക കേട്ടാ. അല്ലെ, അതിപ്പോ ടൈപ്പ് ചെയ്യണ്ടേ, നിങ്ങൾ ഇത് പിന്നീട് പറഞ്ഞാൽ മതി. ഇത്തരം ടൈപ്പ് ചെയ്ത് ഈ സാധനം ഇപ്പൊ ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അങ്ങ് എഴുതി വെച്ചിരുന്നാൽ മതി. ഇത് അഭിപ്രായം ചോദിക്കുക, അത്തരം സാധനങ്ങൾ പറയുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് സമയം കിട്ടില്ലെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളിത് പ്ലാൻ ചെയ്തു, എന്നാൽ ആ ഒരു ഉദ്ദേശം വെച്ചിരുന്നാൽ മതി. മനസ്സിലായില്ലേ? അത്തരം ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടാനാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന സമയം എങ്ങനെയാണ് അത് ഉപയോഗിക്കുക. അപ്പൊ അത് കിട്ടില്ലെങ്കിൽ അതും കൂടെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ അത് വായിക്കണം. മനസ്സിലായില്ലേ? അതുമല്ല, നിങ്ങൾക്ക് കിട്ടാനുള്ള വലിയൊരു സാധനം നിങ്ങൾ ഇല്ലാതാക്കണം. അതുകൊണ്ട് ഇതിനൊന്ന് കേൾക്കാൻ നിൽക്ക്. സമയം നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഒപ്പിച്ചെടുക്ക്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ മാറ്റി പിടിക്ക്. ഇത്രയും സമയം ഇതിൽ പോകും, ആ റൂട്ടും പോകും. ദയവായി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പൊ അത്തരം ഇപ്പൊ എനിക്കിപ്പോ ഒരു മണിക്കൂർ ഇപ്പൊ സമയം അല്ലെങ്കിൽ ചേഞ്ച് ആയാലും അത് പിന്നീട് നമ്മളെ തലച്ചോറ് മാറ്റിയെടുത്തോളും. സെയിം സമയം തന്നെ വേണമെന്നില്ല. പക്ഷെ ആദ്യം നിങ്ങൾക്ക് ഇവിടുത്തെ സഞ്ചാര ദിശ, പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചം തന്നെയാണ്, പ്രപഞ്ചത്തിന്റെ സഞ്ചാര ദിശയെ കുറിച്ച് ഒരു ധാരണയ്ക്കാണ് ഞാൻ ഒരു സ്കെയിൽ പറഞ്ഞത്. അത് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സമയങ്ങൾ നോക്കുക. അത് നിർബന്ധമല്ല, പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സമയം കൂടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സമയത്ത് പല ദിവസങ്ങളിൽ പല സംഭവം നടക്കുന്നു, ചന്ദ്രനടക്കം. അത് കുറച്ചും കൂടെ കാൽക്കുലേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ദയവായി അത് മനസ്സിലാക്കുക. ഒരാൾക്കൊന്നും അതിന് സമയം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അയക്കരുത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പോകും. ഓക്കെ. അപ്പൊ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്പേസിൽ ഇത്രയും നക്ഷത്രങ്ങളുള്ള നമ്മൾ പല സ്ഥലത്തു നിന്നുള്ള ഈ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ന്യൂറോണിന്റെ അകത്ത് പല മേഖലകളിലുള്ള ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്, പല മേഖലകളിലുള്ള പഴയ അറിവുകൾ, പഴയ ഡേറ്റാസുകൾ, പഴയ സംഭവങ്ങൾ, കുറേ സാധനങ്ങൾ ഇതിനെ പിടിച്ച് കണക്ട് ചെയ്യും. അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഐഡിയാസുകൾ പിന്നീട് രൂപപ്പെടും. നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് ഈ പ്രത്യേക മനുഷ്യർക്ക് മാത്രമായിട്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ജീവിതം മാറ്റി വെച്ചവർക്ക് മാത്രം ഈ ബ്രെയിൻ പവർ കിട്ടിയിട്ട് എന്തൊരു കാര്യം? അവര് ജീവിക്കണമെന്നില്ല. അവരുടെ ഒരു നോളജിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അവർക്ക് ഈ ബ്രെയിൻ പവർ കിട്ടിയിട്ട് ലൈഫിൽ എവിടെ ഉപയോഗിക്കുക? ലൈഫിൽ ജീവിക്കുന്ന നമുക്ക് എന്ത് വേണം? നമ്മൾ നിത്യ സാമൂഹിക ജീവിയായിട്ട് ജീവിക്കുന്ന നമുക്കും ആ നോളജുകൾ വേണം. അപ്പൊ അത് എടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്.
പൗർണമി ദിവസം സന്ധ്യ, അതായത് വേറെ ഒന്നുമില്ല. പൗർണമി ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് പൗർണമി ദിവസം എന്ന് പറഞ്ഞത് ഭൂമി മധ്യത്ത് വരും. രണ്ട് വശത്തായിട്ട് എന്ത് വരും? രണ്ട് വശത്തായിട്ട് സൂര്യനും ചന്ദ്രനും വരും. ഇതാണ് പൗർണമി ദിവസം നടക്കുന്ന. ഭൂമി മധ്യത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോൾ അപ്പുറത്തേക്കുന്ന ആൾ ഉദിക്കണ്ടേ? ഈ ലോജിക്കേ ഉള്ളൂ. മനസ്സിലായോ? ആ, അതല്ല മധ്യത്തിൽ എന്ന് പറയാൻ പറ്റുമോ? ഭൂമി മധ്യത്തിൽ നമ്മളത്തേക്ക് സൂര്യൻ താരുമ്പോ ആര്? ഇദ്ദേഹം പൊങ്ങും. ഇദ്ദേഹം താരുമ്പോ പിറ്റന്ന്, അതാണ് അന്നത്തെ പൗർണമി ദിവസമാണ് രാത്രി ഫുള്ള് ചന്ദ്രനുള്ള ദിവസം. വേറെ ഒരു ദിവസം ഫുൾ ചന്ദ്രൻ നിൽക്കില്ല രാത്രി. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ മെത്തേഡ്. ഇനി നമ്മള് ഒരു കുറച്ച് നേരം ഒന്ന്, ഒരു സെക്കൻഡ്, ഓക്കെ. ഇനി ആൾക്കാർ കടന്നു വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നതൊക്കെ കണക്ട് ആവുന്നുണ്ടോ സുഹൃത്തുക്കളെ, കൂടപ്പുറപ്പുകളെ? ഓക്കെ, ഓക്കെ. നമുക്ക് നമ്മളുടെ കണ്ണിലെ റെറ്റിനയില് നമുക്കറിയാം, നമുക്ക് 8ാം ക്ലാസ് പോലൊക്കെ ഉള്ള ക്ലാസ്സുകളിലുള്ളതാണ് റോഡ് കോശവും കോൺ കോശവും. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? അറിയില്ലേ? നമ്മുടെ കണ്ണില്, അതായത് തീവ്രമായ അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ അല്ലെങ്കിൽ തീവ്രമായ വെളിച്ചത്തിൽ നമുക്ക് വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന കോശമാണ് നമ്മളുടെ കോൺ കോശം എന്ന് പറയുന്നത്. കോണ ആകൃതിയാണ് ആ കോശത്തിന്, കോണ ആകൃതിയാണ്. ഇനി രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്ത് വസ്തുക്കളെ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാൻ സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങൾ. ഈ രണ്ട് കോശങ്ങളെ കുറിച്ചും നമുക്കൊരു ധാരണ വേണം. മനസ്സിലായല്ലേ? അപ്പൊ പകല് നമ്മള് വളരെ വളരെ വെളിച്ചമുള്ള വസ്തുക്കളിൽ നിന്ന് നമ്മൾ നോക്കുകയും, അപ്പോൾ അതിൽ തന്നെ നമുക്ക് എപ്പോഴും വസ്തുക്കളെ 3D ആയി കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? 3D മീൻസ്, അതായത് ഒരു ഈ പകല് മാത്രമായിട്ട് കോൺകോശം എന്ന് പറയുന്ന പകല് വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോൺകോശം പകല് മാത്രമായിട്ട്, അല്ലെങ്കിൽ അത് മാത്രമല്ല പകല്. റോഡ് കോശം എന്ന് പറയുന്ന മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ പറ്റുന്ന വസ്തുക്കളും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഒരു വസ്തുവിനെ ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ വസ്തുവിന് അതിന്റെ പൂർണ്ണമായ രൂപം, അതായത് ഒറ്റ പിക്ചർ പോലെയല്ല, ചിത്രം പോലെയല്ല കാണുന്ന, അതിന്റെ അപ്പുറത്തുള്ള വളവ്, അതിന്റെ ആ വളവിനകത്തുള്ള നിറം മങ്ങിയ ഭാഗം, അങ്ങനെ എന്തൊക്കെയാണോ നമുക്കൊരു വസ്തുവിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അവിടെ ഈ രണ്ട് കോശങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിൽ മാത്രമേ അതിന്റെ ആ ഒരു വെളിച്ചമുള്ള ഒരു വസ്തുവിന്റെ സൈഡിലോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറ ഭാഗമോ ഏതെങ്കിലും വശങ്ങളിൽ മങ്ങിയ വെളിച്ചമുള്ളപ്പോൾ അവിടെ നമ്മളിൽ വർക്ക് ചെയ്യുന്നത് സത്യത്തിൽ ഈ റോഡ് കോശമാണ്. എന്തുകൊണ്ടാണ് നമുക്കൊരു വസ്തുവിനെ, ഈ കാണുന്ന വസ്തുക്കളെ മൊത്തം നമുക്ക് 3D ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് എന്റെ ഈ സ്ക്രീൻ ഷെയർ ചെയ്തതും അല്ലാതെ എന്റെ വീഡിയോ കാണാമോ? അപ്പൊ ഇത് നമ്മൾ ഈ ഒരു വസ്തു നിങ്ങൾ നോക്കുമ്പോൾ
ഇവിടെ ഇവിടെ നല്ല വെട്ടമുണ്ട് കാണുന്നെങ്കിലും ഈ സൈഡിനോട്ട് വ്യത്യാസമുണ്ട്, ഈ സൈഡിനോട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്രയും ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് ഈ കർവ് ചെയ്ത് ഇത് വളഞ്ഞ് ഇങ്ങോട്ട് പോയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിന്റെ പിന്നിലും ആ റോഡ് കോശം അവിടെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അവിടെ മങ്ങിയ വെളിച്ചത്തിലുള്ള ഒരു ഭാഗം കൂടെ. നമ്മളിപ്പോ ഈ ഒരു കവർ ഇങ്ങനെ കാണുമ്പോൾ ഇതിന്റെ അകത്തേക്ക് ഒരു ഇരുണ്ട ഇതാണ്. അപ്പൊ അവിടെ നമ്മളെ അതിനകത്തുള്ള വസ്തുവിനെ നമ്മൾ നിരീക്ഷിച്ചെടുക്കുക എന്ന് പറയുന്നത്, അല്ല സോറി, കണ്ടെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതും എന്താണ്, റോഡ് കോശമാണ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാലും പകല് വെളിച്ചത്തിൽ ആ വെട്ടം അല്ലെങ്കിൽ നല്ല നിറങ്ങൾ തിരിച്ചറിയാൻ ഒക്കെ കഴിയുന്നത് ഈ നമ്മളുടെ കോൺ കോശമാണ്. മറക്കണ്ട. നമ്മൾ ഇത്രയും പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ എല്ലാത്തിനോടും താങ്ക്സ്, കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള പ്രപഞ്ചത്തിനോടും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ട് പോകുമ്പോഴും നമ്മൾ ഇവരെയും കൂടിയൊക്കെ പരിഗണിക്കണം. അവരിരുന്ന് വിഷമിക്കണം. നമ്മൾ ഇത്രയും ജോലി ചെയ്തിട്ട് അവര് എല്ലാവർക്കും നന്ദി കൊടുക്കണം, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു. നമ്മൾ ഈ സകല വസ്തുക്കളെ ഇവന് പല നിറത്തിൽ കൊടുക്കണത്, മങ്ങി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളെന്തരം മൈൻഡ് ചെയ്യാത്ത ചിലപ്പോൾ അവരിന്ന് പറയായിരിക്കും രണ്ട് കോശങ്ങളും കൂടെ. ഇവനൊക്കെ വേണ്ടി നമ്മളെന്തിൻ്റെ പണിയെടുക്കുന്ന, നമ്മളെയും പരിഗണിക്കുകയൊക്കെ വേണ്ടെന്ന് പറയണം. അതുകൊണ്ട് നമുക്ക് അവരെയും കൂടെ ഒന്ന് പരിഗണിച്ചിട്ട് പോവാം. എന്താ കേട്ടാ? അപ്പോഴല്ലേ നമുക്ക് നമ്മുടെ കുറച്ച് അങ്ങനെ വരട്ടെ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക, ഇവർ രണ്ടുപേരെയും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അവർക്കും കൂടി നമ്മൾ പോകുന്ന വഴിക്ക് കൊടുക്കണം. അപ്പോഴാണ് ആ നോളജ് നമ്മളിൽ ഇരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ റോഡ് കോശം കോൺ കോശം എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പറയണം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോലെ ചില കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ കണ്ണിന്റെ റെറ്റിനയുടെ സെന്ററിലാണ് എന്താണ് ഇതിനകത്ത്, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട്. ഞാൻ ഇതിന്റെ ഒരു അതേ സയന്റിഫിക് വാക്കുകളൊന്നും ഉപയോഗിച്ചായിരിക്കില്ല ഞാൻ ഇത് പറയുന്നത്. നമുക്കിവിടെ ആശയം മനസ്സിലാക്കാനും ഈ റോഡ് കോശത്തിനെയും കോൺ കോശത്തിനെയും കുറച്ചും കൂടിയൊക്കെ ഉണർത്താനും വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഞാൻ ഈ പറയുന്നത്. ആ ഒരു ഇതിലായിരിക്കണം നമ്മളത് കേൾക്കേണ്ടതും. അവിടെ ഞാൻ പറയുന്ന വാക്കുകളൊക്കെ പലപ്പോഴും ഒരു ബയോളജിക്കൽ വാക്കുകൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളായിരിക്കില്ല. എനിക്ക് ആ ആശയം നിങ്ങളിലേക്ക് എത്തിച്ച് തരിക എന്നുള്ളതാണ് എൻ്റെ ജോലി. മനസ്സിലല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് കണ്ണിന്റെ നമുക്ക് പകല് വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന കോശങ്ങളുടെ എണ്ണം 6 മുതൽ 7 ദശലക്ഷമാണ്. അപ്പൊ ഒരു 70, മനസ്സിലല്ലേ, ദശലക്ഷം ഉണ്ട്. 6 മുതൽ 7 ദശലക്ഷം ആണ് കോൺ കോശം, പകല് വെളിച്ചം കാണാൻ സഹായിക്കുന്ന കോശങ്ങൾ. കണക്റ്റ് ആയോ? അങ്ങനെയെങ്കിൽ 120 ദശലക്ഷം റോഡ് കോശം ഉണ്ട് നമ്മുടെ കണ്ണിൽ. 6 ദശലക്ഷം എവിടെ? 120 ദശലക്ഷമായിട്ടുള്ള നമ്മളുടെ റോഡ് കോശം എങ്ങനെ, എത്രയാണ് നമ്മൾ, അപ്പൊ അതിന്റെ ഒരു ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തിനായിരിക്കും ബ്രെയിന് ഇത്രയും ഈ കോശങ്ങൾ ഇത്രയും കൊടുത്തത്? ഈ റോഡ് കോശം കാണുന്നില്ല, കാണുന്നില്ല. അല്ല, ആരെ കാണുന്നില്ല എന്ന് പറഞ്ഞാരാ? കാണുന്നില്ലേ? അല്ല, അങ്ങോട്ട് മാറ്റി വയ്ക്കേ. അങ്ങനെ മാറ്റി നോക്കാനുള്ള പല ഓപ്ഷനുകളും ഉണ്ടോ? സെറ്റിംഗ്സിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ താഴെയുള്ള 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട്, ഇതിപ്പോ പറയുന്ന എന്റെ അടുത്തല്ലോ അല്ലേ? എന്റെ അടുത്തല്ലോ. അല്ല. ആ ശരി. അല്ല. പറഞ്ഞു കൊടുക്കും. അല്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. സെറ്റിംഗ്സ് മാറ്റിയപ്പോഴാണ് ഞാൻ കാണാൻ. ഓ ശരി. ഒന്നുകൂടെ പറഞ്ഞ ആ 3 ഡോട്ട്സ് ഉണ്ടോ സാർ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ. എന്റെ ക്ലിയർ ആയിട്ടില്ല, ഒന്നുകൂടി പറഞ്ഞുതരാമോ? സെറ്റിംഗ്സ് പോയിട്ട്
സെറ്റിംഗ്സിൽ പോയിട്ട് ഡോണ്ട് ഷോ വീഡിയോ ഇൻ ടൈൽസ് കേട്ടോ, അത് ഓൺ ആക്കിയാൽ മതി. ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന ആരാ? എന്റെ പേര് നിതീഷാണ് സാറേ. സാറേ ഞാനേ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇനി അങ്ങോട്ട് ഈ ഗൂഗിൾ മീറ്റ് അങ്ങോട്ട് പോകുന്നില്ല, അപ്പൊ ഒരു ധാരണ ഉണ്ട്. ഞാൻ ഈ സ്ക്രീൻ ഷെയർ ഒന്ന് ക്ലോസ് ചെയ്യാം. മാഷ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യൂ. അപ്പൊ ഇത് മനസ്സിലാക്കാത്ത നിങ്ങൾ ചെയ്യട്ടെ. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ സത്യം പറഞ്ഞ അറിയത്തില്ല സാർ. എനിക്ക് ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോ ഞാനത് ഓ ശരി 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 ശരി. ഞാൻ ചെയ്ത് കാണിച്ചു. ഞാൻ ക്ലോസ് ചെയ്യട്ടെ. അത് തന്നെ. അല്ല, വേറെ ആർക്കെങ്കിലും ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ. പെട്ടെന്ന് ആ ഓപ്ഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താലേ അതിൽ രണ്ടും കൂടെ ഒരുമിച്ച് കിടക്കുമോ? ഓക്കെ, പെട്ടെന്നൊന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി പേരുണ്ടല്ലോ, ഒന്ന് മനസ്സിലായിക്കോട്ടെ. അല്ല, ഷെയർ ചെയ്യുന്നില്ലേ? ഓ അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ ശരി, നമുക്ക് പിന്നീട് നമുക്ക് ഇപ്പൊ തൽക്കാലം അടുത്ത നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ഇട്ട് കൊടുക്കാം. ശരി ശരി ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് അരമണിക്കൂറുണ്ട്. അരമണിക്കൂറിനകത്ത് ഇതിനെ കവർ ചെയ്ത് പോകണം. രാത്രി നിരീക്ഷിക്കുന്നതിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഈ 120 ദശലക്ഷം കോശങ്ങൾ എത്രയായിരിക്കും സത്യത്തിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക? കാരണം രാത്രി നമുക്ക് നിരീക്ഷണമില്ല. രാത്രി നമ്മൾ വീട്ടിൽ പോലും നമ്മൾ ഉറങ്ങുന്നതിന്റെ തൊട്ട് മുൻവരും വളരെ തീവ്രമായ വെളിച്ചത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉറങ്ങുന്ന കട്ടിൽ കിടന്നിട്ടാണ് വേണമെങ്കിൽ ഉറക്കം വരാറാകുമ്പോഴാണ് നമ്മളൊരു ലൈറ്റ് വരെ അണയ്ക്കുന്നത്. അപ്പോൾ എത്രമാത്രമാണ് നമ്മളുടെ ഈ റോഡ് കോശം 120 ദശലക്ഷം കോശങ്ങളെ നമ്മൾ എത്ര ശതമാനമായിരിക്കും നമ്മൾ ഉണർത്തുക, എത്ര അതാണ് ഉണർന്നിരിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക? പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പറയും ഇത്രയും വീക്ഷണം എങ്ങനെ ഉണ്ടായി, ഇത്രയും ദീർഘവീക്ഷണം പഴയ ആൾക്കാർക്കൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോഴേക്കും അവർ പലപ്പോഴും കൃത്യമായിട്ടും എന്തുന്നുണ്ട്, ഈ രാത്രി നിരീക്ഷിക്കലും. അന്ന് ഇത്രയും വലിയ വെളിച്ചങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ രാത്രി നിരീക്ഷിക്കുമ്പോൾ എങ്ങനെ വളരെ നമ്മളുടെ അടുത്ത് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ അടുത്ത് ഒരു ഉറുമ്പ്, ഏറ്റവും ചെറിയൊരു ഉറുമ്പ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ ജസ്റ്റ്. അപ്പോൾ ആ നോക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയൊരു ഇതിനെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളുടെ കണ്ണിന്റെ കൃഷ്ണമണി, അല്ലെങ്കിൽ നമ്മുടെ ഈ കൺപീലികൾ എല്ലാം ഏത് രീതിയിലാണ് നിരീക്ഷിക്കുന്നത്? നമ്മളെ കണ്ണിന് പെട്ടെന്ന് ശ്രദ്ധിച്ചേ. അങ്ങനെ നോക്കുമ്പോൾ ആ സൂക്ഷ്മത വരണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ കണ്ണിങ്ങനെ തള്ളി തുറന്ന് നോക്കി അത് കാണത്തൊന്നുമില്ല. നമ്മൾ അത്രയും സൂം ചെയ്യണം. ശരിയാണോ അല്ലേ? യെസ്. ഇങ്ങനെയാണ് നമ്മുടെ ദീർഘമായിട്ട് നമ്മൾ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് അത്രയും ചെറുതാകുന്നു എങ്കിൽ ആ നടക്കുന്ന പ്രോസസ്സാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സ്പേസിലേക്ക് നോക്കുമ്പോഴും ഈ നിരവധി നക്ഷത്രങ്ങളുടെ ഇടകളിൽ നിന്ന് വീണ്ടും നക്ഷത്രങ്ങളുടെ ഇടയിലേക്ക് നോക്കുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അത്രയും സൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിക്കാൻ നമ്മളെ തലച്ചോറിനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്ഥിരമായി നോക്കുമ്പോൾ നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഈ സ്പേസിനെ കുറിച്ചോ പഠിക്കുന്നതിന് വേണ്ടിയൊന്നുമല്ല. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു വിഷയത്തിൽ നമ്മളുടെ മൈൻഡ്, നമ്മുടെ ന്യൂറോണിന്റെ പാറ്റേൺ അങ്ങനെ സൂക്ഷ്മതയെ ശ്രദ്ധിച്ചു തുടങ്ങും. കണക്റ്റായോ? അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് അവിടുത്തെ ഒരു വലിയ അറിവ് കിട്ടാനും
ഇവിടെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മുടെ പ്ലാനുകളിൽ വർക്കൗട്ട് ചെയ്യാനാണേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 120 ദശലക്ഷം കോശങ്ങളുണ്ട്. എന്നാൽ പകല് വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന നമ്മുടെ കോൺ കോശങ്ങളുടെ എണ്ണം 6 ദശലക്ഷം. അപ്പൊ 6ഉം 120 നോക്കണം. ബാക്കിയുള്ളൊരു മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേക്കണേ. ചൂരലെടുക്കപ്പോ ഞാൻ നോക്കൂ. സനിമോൾ ഓക്കെ. അപ്പൊ ആ എണ്ണത്തിന്റെ തന്നെ വലുപ്പം നമ്മൾ വ്യത്യാസം. എന്തിന് തലച്ചോറിൽ അല്ലെങ്കിൽ കണ്ണിന്റെ ഈ കോൺ കോശങ്ങൾ റോഡ് കോശം ഇത്രയും കൊടുത്തു? ഇത് നമ്മൾ ഈ വസ്തുക്കളെ നോക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യവും. മെഡിറ്റേഷൻ എന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങളിൽ പോലും നമ്മൾ വിഷയത്തെ നമ്മൾ പോലും അറിയാതെ ആഴത്തില് നേരത്തെ പറഞ്ഞ കടലിനകത്ത് അടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ സ്പേസിലേക്ക് ഇറങ്ങിച്ചെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് പോലെ ഓരോ വിഷയത്തെയും നമ്മൾ അറിയാതെ, നമ്മൾ പ്രത്യേക സ്ട്രെയിൻ കൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ അതിലേക്ക് നമ്മളെ ബ്രെയിൻ, നമ്മുടെ ചിന്താ പാറ്റേൺ അങ്ങനെ മാറി വരും. അപ്പോൾ അത് എല്ലാവരും അതിനെ കൃത്യമായിട്ടും ഈ പറയുന്നതിനെ ഉണർത്തിയെടുക്കുക. അപ്പോൾ അതും കൂടി അതിൻ്റെ ഒരു സയന്റിഫിക് വശവും കൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പല ആവശ്യങ്ങളും അല്ലെങ്കിൽ പലതിനെയും നമ്മൾ ഇന്നലെ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്നും ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ എന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കും. അല്ല നമ്മളെ ബോധഡായിട്ട് ഇങ്ങനെ അങ്ങ് ചിന്തിക്കാന്ന് പറഞ്ഞ് പോവല്ലേ ചെയ്യണം. അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് സംഭവിക്കും. അതിനു വേണ്ടി നമ്മൾ തയ്യാറാവുക. വളരെ വളരെ പ്രാധാന്യം, ഞാൻ വളരെ 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 പല കാര്യത്തിലും പറയും. മനസ്സിലല്ലേ? ഓക്കെ. പിന്നെ കണ്ണിന്റെ ഫോക്കസിങ് അത് ഓപ്പൺ ആയി കഴിഞ്ഞാല് ഈ കോശങ്ങള് സാറ് പറഞ്ഞ 120 ദശലക്ഷം ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ ഒരു സൂമിങ് ഫോക്കസിങ് അപ്പൊ അവിടെ വരുമോ? അതോ നോർമലി നോക്കുന്ന പോലത്തെ അവസ്ഥ ഉണ്ടാവുക? കണ്ണിന് കൂടുതൽ എനർജി കിട്ടുകയും ഇവര് ന്യൂറോണുമായിട്ടുള്ള കണക്ഷൻ, ഇവര് ന്യൂറോണുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവരുടെ ജോലി എന്താണ്? അത്രയും അങ്ങനെ എടുത്തുകൊണ്ടൊന്ന് ന്യൂറോണിൽ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ന്യൂറോണാണ് ബാക്കി വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ആ ന്യൂറോണിന്റെ അകത്ത് നേരത്തെ പറഞ്ഞ ഒരു ലോജിക്കും ഇല്ലാത്ത കുറെ സംഭവങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടിരിക്കണമെങ്കിൽ അതനുസരിച്ച് ന്യൂറോൺ പണിയെടുക്കൂ. പിടിയോ? കോശങ്ങളുടെ ആ ഒരു ന്യൂറോണിന്റെ അളവും പിന്നെ റോഡ് കോശത്തിന്റെ അതിന്റെ ആ ഒരു ഇത്ര ദശലക്ഷം എന്ന് പറഞ്ഞ ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് മാഷ് പറഞ്ഞു. അതിന്റെ ഇത്രയും കപ്പാസിറ്റി ഉണ്ട്, നമ്മൾ അതിൽ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് മാഷ് പറഞ്ഞത്. നമുക്ക് കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് അത്രയും സമയം നമ്മൾ മൊബൈലും റീൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഇത്രയും പ്രകാശവർഷം അകലെയുള്ള വസ്തുക്കളെ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ന്യൂറോൺ അത്രമാത്രം സൂക്ഷ്മമായ വിഷയത്തെ അനലൈസ് ചെയ്ത് തുടങ്ങാൻ നമ്മൾ പഠിപ്പിക്കണം മനസ്സിനെ. കിട്ടിയോ? അതിന് അവസരം കൊടുക്കുകയാണ്. നമ്മളെ തലച്ചോറിന് പണിയെടുക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. എന്നിട്ട് പോരെങ്കിലോ നമ്മൾ തലച്ചോറിനെ കൊണ്ടിട്ട് പണി ചെയ്യിപ്പിക്കുകയാണ്. അതിന് സ്വതന്ത്രമായി പണി ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ല. അവന് സ്വതന്ത്രമായി പണി ചെയ്യാനുള്ള അവസരം കൊടുക്കുമെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനം കൊണ്ട് തരും നമുക്ക്. ഇത് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടി മാത്രം തലച്ചോറിനെ പണിയിക്കുകയും അയാളെ യഥാർത്ഥ രീതിയിലുള്ള സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ എടുക്കാൻ നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല. നമുക്ക് ഇങ്ങോട്ട് തലമ്പ് മാത്രം നമ്മൾ റീഡ് ചെയ്താൽ മതി. പലതും ഇങ്ങനെ പറഞ്ഞ് അവരുടെ ആശയവിനിമയം വേണം. നിങ്ങൾ ഇതിനകത്ത് ആശയവിനിമയം ചെയ്യുന്നവരെല്ലാവരും ആശയവിനിമയം ചെയ്യണം. നിങ്ങൾ ഇന്ന് ഒരു വിഷയത്തെ എടുത്ത് ആശയവിനിമയം ചെയ്ത ഒരു 5-6 വോയിസുകൾ നിങ്ങളെ ഗാലറിയിൽ സൂക്ഷിച്ചേക്കുക. നിങ്ങൾ ഈ കോഴ്സിന്റെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ആശയവിനിമയം ചെയ്യുന്ന ആ വോയിസും കൂടെ എടുത്ത് വെച്ചിട്ട് ഇത് രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ അറിയാം ഏത് ലെവലിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടാവും.
പിടികിട്ടിയോ? ഓക്കെ ഓക്കെ പക്ഷേ അത് ഞാൻ പറഞ്ഞു വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് ഈ പറഞ്ഞ ഫോക്കസിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നോർമലി നോക്കുന്ന ഒരവസ്ഥയ്ക്കായിട്ട് വരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ ആ ഫോക്കസിങ് കൊണ്ടുവരണോന്ന് ചോദിക്കുന്നത് ഈ ന്യൂറോൺ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ വ്യക്തത ഉണ്ടാവും മനസ്സിലല്ലേ? വ്യക്തത ഉണ്ടാവും. നമ്മള് അതായത് ഇതിനകത്ത് പിന്നീട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ പറയും നമുക്ക്, അതായത് ഇപ്പൊ നമ്മളെ റൂമില് പെട്ടെന്ന് എവിടെ എന്തൊക്കെ ഇരിക്കണമെന്ന് ഓൾറെഡി നമുക്ക് അറിയാം. അത് നമ്മൾ സ്ഥിരം കണ്ടതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് ഈ ഇത്തരം ഇതിനകത്ത് വേറെ മോർണിംഗ് പ്രാക്ടീസിൽ കുറെ സംഭവങ്ങൾ തരും. അപ്പൊ അത് നമ്മുടെ കണ്ണിന്റെ ചലനവുമായി ബന്ധപ്പെട്ട ഇതിനെ തന്നെ നമ്മൾ ഏകദേശം 8 നമ്മളെ മുന്നിൽ നിൽക്കുന്ന ഒരു സംഭവത്തെ തന്നെ 8 നമ്മൾ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് അതൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്യും. ഐ മൂവിങ്ങിലാണ് ആ പ്രോസസ്സ് ചെയ്യിപ്പിക്കുന്നത്. അത് പ്രാക്ടീസിലോട്ട് പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ചെയ്യിക്കും. ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത്, നമ്മളുടെ ശ്രദ്ധ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊരു പെട്ടെന്നൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴോ, ഒരു ഓഫീസിൽ ചെല്ലുമ്പോഴോ, ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴോ, ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോഴൊക്കെ അവിടെ ഉള്ള എല്ലാ കാര്യങ്ങളെയും പെട്ടെന്ന് നമ്മളെ ബ്രെയിൻ പോയി ശ്രദ്ധിച്ചിട്ട് വരും. കാരണം നമ്മൾ ഈ 1 വർഷം, 10 വർഷം, 20 വർഷം, 50 വർഷം, 100 വർഷം, 10,000 വർഷത്തോളം പ്രകാശവർഷം അകലെ നിൽക്കുന്ന നക്ഷത്രങ്ങളെ സൂക്ഷിച്ച് നോക്കിയതിന്റെ സൂക്ഷ്മത നമ്മളെ ന്യൂറോൺ അതിനു വേണ്ടി എപ്പോഴും തയ്യാറായിരിക്കും. അപ്പൊ അവിടെ പെട്ടെന്ന് റീഡ് ചെയ്യും. മനസ്സിലായില്ലേ? അത് ശ്രമിച്ചു നോക്കിയോ, ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാ ഇതൊക്കെ. ഞാൻ നിരീക്ഷിക്കാറുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു വാനനിരീക്ഷണമുള്ള ഒരാളാണ്. ഓക്കെ. അതനുസരിച്ച് നമുക്ക് ഭാഗ്യമായിട്ടുള്ള മറ്റു വിഷയത്തിലും സൂക്ഷ്മതയില്ലേ, ശ്രദ്ധ വരൂലേ? പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ വാക്കില്ല എവിടെയെങ്കിലും നിന്ന് നമ്മളെ വീഴ്ചാലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, കണക്ട് ചെയ്യും. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്നും രാത്രി ഞാൻ നോക്കിക്കോളി, നിങ്ങളിൽ പ്രത്യേക ഒരു കഴിവുണ്ടാവും എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു പക്ഷേ എന്ത് കഴിവാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് അവിടേക്ക് ശ്രദ്ധ തത്വം പോവില്ല. ഇപ്പൊ അത് ഞാൻ പറയണം, ഇങ്ങനൊരു കഴിവുണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്ക് അതിലേക്കുള്ള നിങ്ങളുടെ ശ്രദ്ധ അതിൽ നിൽക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഒരു വസ്തുവില്, ഒരു സംഭവത്തില് ഈ ആശയവിനിമയം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സൂക്ഷ്മതയും ദീർഘവീക്ഷണവും നമ്മൾ കാണുന്ന എല്ലാത്തിനും ഉണ്ടാവും. ഇന്ന് ഹൈസാം സാറ് ഒരു കഥ ഇത് പറഞ്ഞ പോലെ എല്ലാവർക്കും സാഹിത്യം വിടരുന്നത് എന്തുകൊണ്ടാ? ഇവിടെ ഇന്റലിജൻസ് നമ്മൾ ഈ ഇത് കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് സാഹിത്യങ്ങൾ വരുന്നതിന്റെ കാരണം എന്താ? എല്ലാം ഈ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഒരു അരിമണി വന്നതിന്റെ കഥ പറഞ്ഞു, ഇന്നലെയാണോ പറഞ്ഞില്ല, ഞാൻ ഇന്നാണ് കേട്ടത്. അത് അപ്പൊ അങ്ങനെ അത് പറയാൻ പറ്റുന്ന എന്താണ്, പണം വന്ന വഴി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പൊ ആ പാറ്റേൺ വന്നതുപോലെ ഹൈസാം സാറ് വേറെ എവിടെന്നെങ്കിലും കേട്ടൊരു പാറ്റേൺ വരും, അതിനോടൊപ്പം മറ്റൊരു പാറ്റേൺ വരും. 2, 3, 4 പാറ്റേണൊക്കെ കൂടിച്ചേർന്ന് ഒരു വിഷയം അവതരിപ്പിച്ചു നടത്തുന്നുണ്ടല്ലോ, കേട്ടോണ്ടിരിക്കുന്ന ബ്രെയിനൊക്കെ വേറെ ലെവലിലാവും. അപ്പൊ നമുക്ക് അപ്പൊ അതാണ് പറഞ്ഞത്, അതപ്പോ നമ്മളെ ന്യൂറോണിൽ കിടക്കണം. അതേപോലെ ഇപ്പൊ നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇന്നലെ പഠിച്ചെടുത്തിട്ടുള്ള, ഇന്നലെ അറിഞ്ഞിട്ടുള്ള, ഇന്നലെ അനുഭവിച്ചിട്ടുള്ള, ഇന്നലെ നേടിയെടുത്തിട്ടുള്ള, ഇന്നലെ പരാജയപ്പെട്ടിട്ടുള്ള ഏതിൻ്റെയെങ്കിലും ഒരു പാറ്റേൺ കൊണ്ടുവന്നേ നമ്മൾ സംസാരിക്കൂ. പക്ഷെ അപ്പോഴും നമുക്ക് ബോധമായിരിക്കണം നമ്മൾ ഇല്ല പാറ്റേണാണ് എടുത്തേക്കണം. എങ്കിൽ ഇതിന്റെ കൂടെ അടുത്തൊരു പാറ്റേണോടെ ചേർത്ത് ഇതിനെ കുറച്ചും കൂടെ വികസിപ്പിച്ചാലോ. അങ്ങനെ നമ്മളെ നിത്യജീവിതത്തിൽ കിടക്കുന്ന പല സ്ഥലത്ത് കിടക്കുന്ന ഡേറ്റാസുകൾ എടുക്കും നമ്മൾ പറയണം. രാജ്യം അങ്ങനെ പല ഡേറ്റാസുകൾ നമ്മൾ അറിയാതെ എടുത്ത് മാത്രമേ നമുക്ക് ആശയരൂപീകരണം നടത്താൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ആശയരൂപീകരണം നടത്തുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യം എന്താണ്, അത് നമ്മുടെ ബ്രെയിനിലുള്ള പാറ്റേണുകൾ നമ്മൾ പോയി എടുക്കുകയാണ്. അപ്പൊ ഇത് ഒന്നിന്റെ അടുത്തപ്പോ ഇത് പറഞ്ഞു മാഷിന് ഇനി ഒരു കാര്യം പറയുമ്പോൾ 2 വ്യത്യസ്ത തലത്തിലുള്ള പാറ്റേൺ കൂട്ടിമുട്ടാൻ തോന്നും. ഒന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോഴായിരിക്കും മറ്റേ പാറ്റേൺ കിട്ടണം. അപ്പൊ ഒരു 3-4 പാറ്റേൺ കിട്ടുന്ന സമയത്ത് ഏതാണ് ഇതിനെ കൂടുതൽ ചേരുന്നതെന്ന് വെച്ചിട്ട് അതിനെ അങ്ങോട്ട് പറഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്താൽ ആ വിഷയം വേറെ ലെവലിലെത്തും. കേട്ടോണ്ടിരിക്കുന്നവരെ വിവിധ മേഖലകളിലേക്ക്, വിവിധ അനുഭവങ്ങളിലേക്ക്, വിവിധ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മളുടെ ആശയം ചെന്ന് തറയ്ക്കും.
അവിടെയാണ് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് മുന്നിൽ നിൽക്കുന്ന ആളിന് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഒത്തിരി പേര് കോഴ്സുകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോഴ്സ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇത്തരം ഒരു കാര്യങ്ങൾ പറഞ്ഞതിന്റെ കാരണം അതാണ്. ദീർഘവീക്ഷണവും സൂക്ഷ്മ നിരീക്ഷണവും അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടിയുള്ളൊരു നാളത്തെ വരും കാലങ്ങളെ കുറിച്ചുള്ളൊരു വീക്ഷണം ഉണ്ടാവണം. മനസ്സിലല്ലേ? നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വേണം. അപ്പൊ ഇങ്ങനെ എന്തൊക്കെയാണോ ആവശ്യമുള്ളോ അതെല്ലാം ആഡ് ചെയ്ത് ശ്രദ്ധാതലത്തിലും നേരത്തെ പറഞ്ഞ രൂപാന്തര തത്വമായിട്ട് കണക്ട് ചെയ്യുക. അവിടെ ബാക്കി ഒരുപാട് നമ്മൾ എന്താണോ ചെയ്ത അതിനുള്ള പ്രതിഫലന തത്വം ഉണ്ടാവും. അതിനുള്ള പ്രതിഫലനം ഉണ്ടായിക്കോളും. മനസ്സിലായില്ലേ? കാന്തികത എല്ലാത്തിലും ഊർജ്ജം ഉള്ളതുകൊണ്ട് കാന്തികത ഉണ്ടാവും. അതെല്ലാം കൂടെ കൂടിച്ചേർന്ന് പ്രപഞ്ചത്തിൽ എല്ലാം കൂടെ കൂടിച്ചേർന്ന് കൃത്യമായിട്ട് നമ്മൾ ചെയ്തതിനുള്ള നീതി പ്രപഞ്ചം തരും. അതാണ് നീതി തത്വം. നമ്മൾ എത്രയാണോ ചെയ്ത അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഏരിയ മറന്നുകൊണ്ട ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് നാളെ നമ്മൾക്ക് ക്ലാസ് റൂമിൽ ഇത് നമ്മൾ ആശയവിനിമയം ചെയ്യുകയും ഗ്രൂപ്പിൽ പറയുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാളെ ഇതിന്റെ ഇപ്പൊ ഇതിനകത്ത് ഒത്തിരി പേര് എന്താണ് നമ്മുടെ ബയോളജിക്കലായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനകത്തുണ്ട്. ഡോക്ടർ നമ്മളെ സാറുണ്ട്, ഒത്തിരി പേരുണ്ട്, പിന്നെ നമ്മളെ കൽപ്പന മേഡം ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ആലോചിച്ചിട്ട് ഇതിന്റെ ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ സയന്റിഫിക്കലി ഉദാഹരണങ്ങളും അഭിപ്രായങ്ങളും നമ്മുടെ ഗ്രൂപ്പിനെ ഹെൽത്തി ആക്കുന്നതിന് വേണ്ടിയുള്ള സംസാരങ്ങളും ചർച്ചകളും നാളെ വരണം. മനസ്സിലല്ലേ? അത് അവിടെ മാത്രമേ അതിന് ശ്രദ്ധ മാക്സിമം കൊണ്ടുവരണം. അതിന് സാങ്കല്പിക കഥകള് യുക്തിക്ക് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള കഥകളായിരിക്കണം അതിന് ഉദാഹരണങ്ങളായിട്ട് കൊണ്ടുവരേണ്ടതും. അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ അന്വേഷിച്ചു പോവും. നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള, നമ്മളെ കണ്ണിലുള്ള, നമ്മുടെ ബാക്കി നമ്മളെ ബ്രെയിനിലുള്ള അവരെയൊക്കെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വിശാലമായ വേറൊരു ലോകത്തേക്കൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് പോവാം. ഇവിടെ നമുക്ക് 5 ഇന്ദ്രിയങ്ങളും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ റെറ്റിനയെ കുറിച്ചും അതിനോടൊപ്പം തന്നെ ഈ റോഡ് കോശത്തെക്കുറിച്ചും കോൺ കോശത്തെക്കുറിച്ചും ഈ റോഡ് കോശവും കോൺ കോശവും കൊണ്ടുപോകുന്ന ഡേറ്റാസുകൾ ബ്രെയിനിൽ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അവിടെ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നേരത്തെ പിണക്ക് നമ്മളെ പിന്നെ ന്യൂറോൺസിനകത്ത് കിടക്കുന്ന ഡേറ്റാസുകൾ നിഷേധാത്മകപരമായ ഡേറ്റാസുകളാണോ കൂടുതൽ കിടക്കുന്നത്, അതേ സർഗാത്മകപരമായ ഡേറ്റാസ് ആണോ കൂടുതൽ കിടക്കുന്നത് എന്നൊക്കെ പരിശോധിക്കുക. സർഗാത്മകതയുടെ ഡേറ്റാസുകളെ എനിക്ക് എന്തും പഠിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റും, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, അതിന്റെ ലോജിക്ക് എന്ത് നോക്കണം, അതിന്റെ മാനുഷിക പരിഗണന ഞാൻ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് അന്വേഷിച്ച് നമ്മൾ അതിനുവേണ്ടി അത്തരം വലിയൊരു ഭരണി, തെളിമയുള്ള ജലം നിറച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജലമുള്ള ഒരു ഭരണി, ജലം തുളുമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണിയായി നമ്മളുടെ മൈൻഡിനെ, നമ്മുടെ തലച്ചോറിനെ മാറ്റുക. അവിടെ ഈ കിട്ടുന്ന പ്രോസസ്സുകൾ നമുക്ക് കൂടുതൽ 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 വരും കാലത്തെ 30-40 വർഷം കഴിഞ്ഞ് ജനിക്കാൻ സാധ്യതയുള്ള കുട്ടികൾക്ക് വരെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ അതിനകത്തുണ്ടാകും. നിർദ്ദേശം മീൻസ് അവർക്കുള്ള നിർദ്ദേശമല്ല, ഉപദേശമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് ആ കാലഘട്ടത്തിൽ ഈസിയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സുകൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ തലച്ചോറിനെ തയ്യാറാക്കണം. പിടികിട്ടിയോ? അല്ലാതെ നമ്മളൊരു ഇനി 20 വർഷം കഴിഞ്ഞ് പോകുന്ന 20 വർഷം കഴിഞ്ഞ് വളർന്നു വരുന്ന കുട്ടികൾക്ക് ലോകമായിട്ട് ഒരു ബന്ധം, അവർക്ക് അവരുടെ ലൈഫിലേ ആവശ്യമില്ലാത്ത, മനസ്സിലല്ലേ, പഴങ്കഥകളും പേടിപ്പെടുത്തുന്ന കഥകളൊക്കെ പറഞ്ഞ് ഇപ്പോഴേ അവരെ തലച്ചോറിന്റെ അവർ നേരത്തെ പറഞ്ഞ അവരുടെ ബ്രെയിനെ ഒരു ഹെൽത്തി അല്ലാത്ത, എന്തിനെന്നില്ലാതെ പേടിച്ച് നടക്കുന്ന ഒരു തലച്ചോറാക്കി മാറ്റാതെ ആത്മധൈര്യം ഉണ്ടാകുന്ന, സർഗാത്മകത ഉണ്ടാകുന്ന ബ്രെയിനിലേക്ക് അവരെ മാറ്റിയെടുക്കേണ്ടതും അതും കൂടി നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടിയാണ് ഞാൻ, അതുകൊണ്ടാണ് പലപ്പോഴും ലോജിക്ക് കൂടി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ആശയത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോഡ് കോശവും കോൺ കോശവും നിസ്സാരപ്പെട്ട ആൾക്കാരല്ല. ഓക്കെ, ഡിസ്കഷൻ ഗ്രൂപ്പിൽ ആരും ഒന്നും ചിലക്ക് കമൻ്റൊക്കെ നടന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ
അതിനെ ഞാനിത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു പല മെത്തേഡിലൂടെയൊക്കെ സാധനം ചെയ്തിട്ടുണ്ട്. കോൺ കോശങ്ങൾ എന്ന് പറയുന്നത് ദീർഘവീക്ഷണം. ഞാനിത് ഈ രണ്ട് കാര്യങ്ങളുടെ കൂടിച്ചേർന്നാണ് സൂക്ഷ്മ നിരീക്ഷണവും ദീർഘവീക്ഷണവും ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ. എന്നാലും ഞാനത് പറയാണ്. ഞാനിതിനെ കുറച്ചും കൂടി നമുക്കൊരു ഒരു ആശയത്തിന് വ്യത്യസ്തമായ രീതിയിൽ റോഡ് കോശവും കോൺ കോശവും നമ്മൾ ബ്രെയിനിൽ എന്ത് ചെയ്യണം, നമുക്ക് നിൽക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്തരം ഇതൊക്കെ വെച്ചിട്ട് ചെയ്തേക്കുന്നത്. കോൺ കോശം മാത്രമല്ല ദീർഘവീക്ഷണം ഉണ്ടാക്കുന്നത്, അതുപോലെ റോഡ് കോശം മാത്രമല്ല സൂക്ഷ്മ നിരീക്ഷണം ഉണ്ടാവുന്നത്. പക്ഷെ എന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെയും കൂടി ഇരുന്ന് കണക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് മനസ്സിലാക്കാനും ക്ലാസിൻ്റെ ഒരു രസത്തിനും വേണ്ടി ചെയ്തു എന്ന് കണ്ടാൽ മതി. അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കോളണം. അല്ല, കോൺ കോശം മാത്രമല്ല ദീർഘവീക്ഷണം ഉണ്ടാക്കുന്നത്, റോഡ് കോശങ്ങളും ദീർഘവീക്ഷണം ഉണ്ടാക്കും. എന്നാലും അതിനകത്ത് ഇങ്ങനെ ഞാൻ ഈ പിക്ചർ ഇട്ടേക്കാം, ചെറിയൊരു ധാരണയ്ക്ക് വേണ്ടി ഇട്ടിരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന റോഡ് കോശവും കോൺ കോശവും നമുക്ക് കിട്ടുന്നെങ്കിൽ അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ബ്രെയിൻ ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ പറയുന്ന 6 ദശലക്ഷം കോൺ കോശങ്ങളും 120 ദശലക്ഷം റോഡ് കോശങ്ങളും കൂടി കിട്ടുന്ന ഡേറ്റാസുകൾ 10,000 കോടി ന്യൂറോൺസുകളുള്ള നമ്മുടെ ബ്രെയിൻ അകത്തേക്കാണ് അവർ അത് കൊണ്ടുപോവുകയും അവിടെ ഇട്ടാണ് പ്രവർത്തിപ്പിക്കുകയും. മനസ്സിലായി? മനുഷ്യനെ നമ്മൾ ഈ വാന നിരീക്ഷണമൊക്കെ അതിൽ നടത്തുന്നവരോട് അറിയാം. നമ്മൾ ഈ സൈഡ് ഈ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിലുമായിട്ട്, റെറ്റിനയുടെ ചുറ്റിലുമായിട്ടാണ്, സെൻറ്ററിലാണ് കോൺ കോശമെങ്കിൽ ചുറ്റിലുമായിട്ടാണ്. അപ്പോൾ പല വസ്തുക്കളും നമുക്ക് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരം വീക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ചരിഞ്ഞ് നോക്കുന്നത് കുറച്ചും കൂടി ഉണ്ടാവും എന്നാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവും. പിന്നെ റോഡ് കോശങ്ങൾ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും പെട്ടെന്ന് ഒരു അനക്കമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് നമ്മളത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നതിൻ്റെ പിന്നിലും ഈ റോഡ് കോശങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് നോക്കിയിട്ട് വളരെ സൂക്ഷ്മമായ സ്ഥലത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രാണിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാമ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു അരണയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് കേട്ടണം. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പില്ലുകളും അല്ലെങ്കിൽ കാടുകളും കരിയിലകളും അല്ലെങ്കിൽ ചവറുകളും അതിൻ്റെ ഇടയിലിരിക്കുന്ന വസ്തുവിനെ കാണണമെങ്കിൽ റോഡ് കോശമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്രയും റോഡ് കോശങ്ങൾക്ക് അത്രയും സൂക്ഷ്മ ശബ്ദത്തെ പോലും പെട്ടെന്ന് അവർ ആ സ്ഥലത്ത് തന്നെ പെട്ടെന്ന് ആ അനക്കം കേട്ട സ്ഥലത്ത് പെട്ടെന്ന് നമ്മളെ നോക്കുകയും അവിടെ ഉള്ള ആ ഇരുട്ടത്തോ അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തോ ഇരിക്കുന്ന ആ വസ്തുവിനെ പെട്ടെന്ന് പിക്ക് ചെയ്തെടുത്തുകൊണ്ട് വരാനും റോഡ് കോശം വളരെ അധികം ഫാസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിത് സ്ക്രീൻ ഷെയർ ചെയ്തപ്പോഴത്തേക്ക് നിങ്ങളെ കാണത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കേൾക്കാനല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലേ? ആ, ശരി ശരി ശരി. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ന്യൂറോൺ ഈ കണ്ണിൻ്റെ ഈ റോഡ് കോശവും കോൺ കോശവും അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിലുള്ള പണിയെടുക്കുന്നുണ്ടേ. ഓക്കെ. ന്യൂറോണിനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. അത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ വരും. അപ്പോൾ നമ്മളെ 10ാം ബാച്ചുകാർക്ക് ഇപ്പോൾ അടുത്ത ന്യൂറോണിലേക്ക് ക്ലാസ്സിലേക്ക് എത്തും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ന്യൂറോണിനെ കുറിച്ച് നമ്മളെ ഒരു ഐഡിയയിൽ എങ്ങനെയാണ് ന്യൂറോണിനെ കുറിച്ച് ആശയവൽക്കരണം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. എങ്കിലും ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. റോഡ് കോശങ്ങൾ 120 ദശലക്ഷമാണ്. കോൺ കോശം എന്ന് പറയുന്നത് 6 അല്ലെങ്കിൽ 7 ദശലക്ഷമാണ്. 6 ദശലക്ഷമാണ് കൂടുതൽ ഡേറ്റാസുകൾ കാണിക്കാറുള്ളത്. ഓക്കെ. ചലനങ്ങളും അതായത് നമ്മുടെ ചലനങ്ങളും വശങ്ങളിലെ കാഴ്ചകളും ചെറിയ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി പെട്ടെന്ന് പിക്ക് ചെയ്തെടുക്കാൻ നമുക്ക് നമ്മുടെ ഈ റോഡ് കോശങ്ങൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവുകയും ഇതിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ് നമ്മൾ രാത്രി നിരീക്ഷിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ഞാൻ തിരിച്ചു വരാം.
അപ്പൊ നമ്മൾ തിരിച്ചു വന്ന് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖാണ് മാഷെ. കണക്ട് ആയോ? ഞാൻ ഉദ്ദേശിച്ച ഒരു ഈ രാത്രി നിരീക്ഷണവും സൂക്ഷ്മമായിട്ടുള്ള ഈ രണ്ട് കാര്യത്തെ ആശയവിനിമയം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യുക? ആ ആശയവിനിമയത്തിൽ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാവണം. അത് ദീർഘകാലത്തേക്ക് നിലനിൽക്കാൻ സാധ്യതയുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ അത്രയും ആഴത്തിലുള്ള വിഷയങ്ങളിലേക്ക് അത് കടന്നു പോകാനുള്ളൊരു ശ്രമം നടത്തിയിരിക്കണം. അതാണ് ഒന്ന്. അതിനുവേണ്ടി രാത്രി എന്ത് ചെയ്യുക? ആശയവിനിമയം ചെയ്യുന്ന പോലെ തന്നെ രാത്രി നിരീക്ഷിക്കുക. ആ രാത്രി നിരീക്ഷിക്കുന്നതിനോടൊപ്പം നമ്മളെ കണ്ണിന്റെ റെറ്റിനയിലുള്ള 2 ടൈപ്പ് കോശങ്ങൾ ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ സ്തുതിക്കുന്നത് പോലെ, പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ ചെയ്യുന്ന പോലെ, അപ്പോൾ ഈ അതിനകത്ത് പണിയെടുക്കുന്ന ആൾക്കാരെയും കൂടെ ഒന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി. ഈ 120 റോഡ് കോശത്തിനൊക്കെ നന്ദി പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇല്ലാതായിരിക്കും, തീർന്നു. അതുകൊണ്ട് അത്രയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നിരീക്ഷിച്ചിരുന്നാൽ മതി. അപ്പോൾ അവർക്കൊരു സന്തോഷമാവും, നമ്മളെയൊക്കെ മൈൻഡ് ചെയ്യുന്നുണ്ടേ എന്ന് ഒരു സന്തോഷം വരും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നിരീക്ഷിച്ചിരിക്കുക. അതിനോടൊപ്പം രാത്രി കൃത്യമായിട്ടൊരു സമയം സെലക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ആ സമയം ഒന്ന് തിരഞ്ഞെടുക്കുന്നത് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അതിലെല്ലാത്തിനും ഉപരി നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്തേക്കുക. ഇനി 5 മിനിറ്റ് ഉണ്ട്. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് സൗഹൃദ സംഭാഷണമോ മറ്റെന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയാം. രാത്രി നിരീക്ഷിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്താല്ലേ നമുക്ക്? ആ രാത്രി നിരീക്ഷിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണ്. പക്ഷേ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കണം. അവിടെ നമ്മൾ താങ്ക്സും പറഞ്ഞുകൊണ്ടിരുന്ന ഈ നിരീക്ഷിക്കാനുള്ള ആ ഫോക്കസ് പോകരുത്. നമ്മൾ മനസ്സിലായില്ല, അവിടെ നമ്മൾ നന്ദി പറയാനായിട്ടിരിക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന വിഷയം എന്തായിരിക്കും? നമ്മൾ ലൈനും നോക്കൂല, പിന്നെ ഇതിൽ മാത്രമായിരിക്കും. അവിടെ നമ്മൾ ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് സ്പേസിൽ എന്ത് ചെയ്യുക? നിരീക്ഷിച്ച് അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ലാസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് താങ്ക്സ്, ഒറ്റ താങ്ക്സ്, എനിക്ക് നല്ലതായിരിക്കും. നമ്മളിങ്ങനെ നിരീക്ഷിക്കുമ്പോഴേ ശരിക്കും നമ്മൾ നോർമലിലോട്ട് പുതിയ ഇൻഫർമേഷൻ കൊടുക്കുകയാണല്ലോ ആ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ. കാരണം നമ്മൾ ഇതുവരെയും ചെയ്യാത്തൊരു ആക്ടിവിറ്റി ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ്, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മൾ എപ്പോഴും ഇതുവരെ മുകളിലോട്ട് നോക്കാറേ ഇല്ല. അപ്പോൾ പുതിയൊരു സ്ഥലത്തോട്ട് നോക്കുമ്പം ന്യൂറോൺസിന് നമ്മൾ പുതിയ ഡേറ്റ കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രാജുവലി നമ്മൾ ഡേറ്റ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ സബ് കോൺഷ്യസിലുള്ള ന്യൂറോൺസിലുള്ള അറിവും കൂടെ സ്റ്റിമുലേറ്റ് ചെയ്ത് വരും. അതെ അതെ അതെ, അതിന്റെ റിസൾട്ട് നല്ലതാ. സാറേ ഇതിന് ഒരു സൂക്ഷ്മദർശി കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സാറേ നമ്മൾ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ അത് പോസിറ്റീവാണ് നെഗറ്റീവാണ്? സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? സൂക്ഷ്മ തലത്തിൽ ഒന്നുകൂടെ പറയാമോ? പക്ഷേ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ, സൂക്ഷ്മദർശിനിയാണോ? അതെ അതെ. അപ്പൊ അത് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ അത് നമുക്ക് നെഗറ്റീവാണോ പോസിറ്റീവാണോ? അത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ സാധാരണ നമ്മളെ കണ്ണുകൊണ്ട് എത്രമാത്രം പിക്ക് ചെയ്തെടുക്കാൻ പറ്റും നോക്കാം. അത് കൂടുതൽ നിരീക്ഷണത്തിന് വേണ്ടിയും അതിന്റെ ആഴങ്ങളിലേക്ക് ഭംഗികൾക്കും വേണ്ടിയൊക്കെ നല്ലതാണ്. അത്രമാത്രം നമ്മൾ സൂക്ഷ്മമായി നോക്കിയേ പറ്റൂ സൂക്ഷ്മദർശിനി നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ ഫ്രീ ആയി നമ്മുടെ കണ്ണിനെ എന്ത് ചെയ്യുക? ഒന്ന് ഇല്ല. അപ്പൊ അതിനകത്ത് നമ്മൾ ഇത്രയും ഇങ്ങനെ നോക്കുന്ന സമയത്ത് സത്യത്തിൽ നമ്മുടെ ഈ കണ്ണിന്റെ ഈ കോശങ്ങളിലേക്കൊക്കെ തന്നെ നല്ല രീതിയിലുള്ള എനർജി പ്രവഹിക്കും. ഇതെല്ലാം എനർജി കെട്ടിരിക്കുകയാണ് നമ്മുടെ. ഈ നക്ഷത്രങ്ങളിൽ നിന്ന് ചന്ദ്രനിൽ നിന്ന് നമുക്ക് കിട്ടും പോലെ എനർജി കിട്ടുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? അല്ലെ, അവിടെ എവിടെ നിന്ന് കിട്ടുന്ന നക്ഷത്രത്തിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ടോന്നാണോ? അതെ, നമ്മളിപ്പോ സൂര്യനിൽ നിന്ന് നമുക്ക് എനർജി കിട്ടുന്നുണ്ടല്ലോ, ചന്ദ്രനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ സ്റ്റാർസിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടോ? അതിനെ കുറിച്ച് എന്തെങ്കിലും? ആ വെളിച്ചം നമ്മുടെ കണ്ണിൽ വന്ന് വീഴുകയാണെങ്കിൽ അതിന് സയന്റിഫിക്കലി നോക്കി കഴിഞ്ഞാൽ പ്രകാശ ഊർജ്ജമല്ലേ നമ്മുടെ കണ്ണിലടിക്കുന്നത്. അതുകൊണ്ടല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങ് ഊർജ്ജം ഉണ്ടേ, ഇല്ലെങ്കിൽ പ്രകാശം കാണാൻ പറ്റില്ലല്ലോ നമുക്ക്. പിന്നെ അതിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്
അത് നമുക്ക് പിന്നീട് നമുക്ക് നിരീക്ഷിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യാം. നമുക്കിവിടെ ബാക്കി ഇതിന്റെ ആക്റ്റീവ് ആക്കാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ശബ്ദം വന്നാലും അതൊരു ശബ്ദോർജ്ജമാണ്. നമ്മളെ ചെവിയിൽ പതിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ഒരുപാട് വർക്ക് ചെയ്യും. ഒരു ഇടി വെട്ടിയ ചെറിയൊരു ഇടി വെട്ടിയാലോ ആ ശബ്ദം നമ്മളെ ഒരുപാട് കാര്യങ്ങളെ ചിന്തിപ്പിക്കുന്നത് പോലെ തന്നെ ആ പ്രകാശത്തിൽ നിന്നും നമുക്ക് ആ പ്രകാശത്തെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പ്രകാശ ഊർജ്ജമാണെന്ന് നമുക്കറിയാം. എല്ലാവർക്കും അറിയാം, എല്ലാം പ്രകാശ ഊർജ്ജം ശബ്ദോർജ്ജം ഒക്കെ നമുക്കറിയാം. അപ്പൊ അതാണെങ്കിൽ അതിനകത്തുനിന്നും നിരവധി നക്ഷത്രങ്ങളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് എനർജി ഉണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും ഊർജ്ജമാണല്ലോ, പ്രകാശ ഊർജ്ജമാണല്ലോ. അത്ര ഒരു അതിനകത്തുണ്ട്. ഓക്കെ, സാർ ഈ ചന്ദ്രനെയും വരുന്ന വ്യത്യാസമുണ്ടോ? ഓരോ ഈ ചന്ദ്രന്റെ അളവ് മാറുന്നതനുസരിച്ച് ആ വെളിച്ചത്തിന്റെ വ്യത്യാസം അനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും. കറുത്തോ വെളുത്തോ അങ്ങനെയൊക്കെ പറയുന്ന അതിനൊരു അസുഖങ്ങൾ കൂടെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ആ വ്യത്യാസമുണ്ട്. അത് ഈ ആസ്മ പോലുള്ള ആൾക്കാരുടെ വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ കുറിച്ച് നമുക്ക് ക്ലാസ് വരുന്നുണ്ടോ? കുറച്ചുണ്ട്. ചന്ദ്രനെ കുറിച്ച് ഒരുപാടുണ്ട്. ചന്ദ്രനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇറങ്ങി പോകും. പക്ഷെ എപ്പോഴും നേരത്തെ പറഞ്ഞൊക്കെ നമ്മുടെ ഈ ക്ലാസിന്റെ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും ചിന്തിച്ച് അത് പഠിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉപയോഗമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇവിടെ ചർച്ച ചെയ്യപ്പെടുക. അല്ല, ഞാൻ ചോദിച്ച ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ആ ഒരു ചില കാര്യങ്ങൾ ചിലത് നോക്കാറുണ്ട്. വെളുത്ത വക്കം കറുത്ത വക്കം അങ്ങനെ ഞാന് എന്തിനാണ് ഞാൻ അന്ന് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യ നാളുകളിലൊക്കെ പൗർണമി പൗർണമിയും അമാവാസിയും ദിവസങ്ങളിൽ ഞാൻ ഫുൾ അന്ന് എന്ത് ചെയ്യും, കൂടിപ്പോയാൽ ചൂടുവെള്ളം അതൊന്നുമില്ല. അതിപ്പോൾ ഇന്ന് ഇപ്പോൾ രാത്രിയാണ് ഞാൻ തുടങ്ങണമെങ്കിൽ പിറ്റേന്ന് അതേ രാത്രി വരെയും ഞാൻ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തയ്ക്ക് റെസ്റ്റ് കൊടുക്കും. ചിന്തിച്ചിരിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്, മെഡിറ്റേഷൻ ഒന്നും ചെയ്യല്ല, ചുമ്മാ അങ്ങിരിക്കും. മനസ്സിലായില്ലേ? അത് റൂമൊക്കെ അടച്ചിട്ട് ഇരിക്കും. അപ്പൊ അന്ന് അത് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് എനിക്കുണ്ട് ഭയങ്കര ഇതാണ്. മറ്റൊന്ന്, നമ്മൾ റെസ്റ്റ് കൊടുക്കാത്ത ഏറ്റവും വലിയ റെസ്റ്റ് കൊടുക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്ത എന്ന് പറഞ്ഞ പോലെ തന്നെ ഏതിനാ, നമ്മളെ നാവിന് നമ്മൾ കൊടുക്കുന്നില്ല. മനസ്സിലല്ലേ? അപ്പൊ അത് ആ നാവിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാ. നമ്മൾ മൗനവ്രതം എന്ന് പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടാണ്. നാവ് ജനിച്ച സമയം പോലെ ഇങ്ങനെ ചാടി ഇയാൾ ആ ശീലത്തിൽ നിൽക്കില്ലേ, ഇയാളെ തിരിയുടെ ഒതുക്കണമെങ്കിൽ. അപ്പൊ ഈ ദിവസങ്ങളൊക്കെ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം ഞാൻ ചാന്ദ്രമാസ കലണ്ടർ ചെയ്യുന്നതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് എൻ്റെ ബ്രെയിനിൽ വന്നതെന്ന് എനിക്കറിയില്ല. ഇത് റൂട്ട് എനിക്ക് അറിയാം, അതല്ല എങ്ങനെ ഞാനത് ഈ ഒരു റൂട്ടിലേക്ക് എത്തപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ പ്രപഞ്ചം നേരിട്ട് വന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ആളാണ്. എന്നെ ആദ്യം അറിയപ്പെടുന്ന ചന്ദ്രമാസ കലണ്ടറിലൂടെയാണ്. ചാന്ദ്രമാസ കലണ്ടർ ഇതാണ് ആദ്യം എന്നെ അറിയപ്പെടുന്നത്, ഞാൻ പുറത്ത് റിലീസാവുന്നത്. അപ്പൊ ആ ചാന്ദ്രമാസ കലണ്ടർ ചന്ദ്രൻ നേരിട്ട് വന്ന് പിക്ക് ചെയ്ത ആളാണ്. ഇപ്പോഴും ഞാൻ ഈ കോഴ്സ് ചെയ്തപ്പോൾ ഞാൻ ഏത് സാധനം ചെയ്താലും ഞാൻ ന്യൂ മൂൺ ഫുൾ മൂണിലേ ചെയ്യൂ. അപ്പൊ ന്യൂ മൂൺ ഫുൾ മൂണിൽ ചെയ്യുന്നത് എനിക്ക് അതിനോടുള്ള ഒരു ആരാധന കൊണ്ടല്ല. മനസ്സിലല്ലേ? എനിക്ക് അതിനോട് വെച്ചാൽ നമ്മളെ സ്വാഭാവികമായിട്ടും ഞാൻ രാത്രി നിരീക്ഷിക്കുന്ന ഒരാളാണ്. എപ്പോഴായാലും എനിക്ക് രാത്രി ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്നുള്ളത് നമ്മളെ കൃത്യമായിട്ടൊരു മാസത്തെ ഒരു പ്ലാനിനെ ഓർമ്മപ്പെടുത്തും. ഇത്ര നാളായിട്ടുണ്ടേ, ഇത് തുടങ്ങി ഇത്ര നാളായിട്ടുണ്ടേ എന്ന്. അത് ഈ നമ്മളെ പ്രപഞ്ചത്തിൽ നിന്ന് കാണുന്ന ഈ ചലനങ്ങളുമായി ബന്ധപ്പെട്ടുകൂടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒരുപക്ഷെ ഇപ്പൊ കോഴ്സ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ആദ്യത്തെ അഞ്ച് ബാച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ബ്ലോക്ക് ചെയ്ത് പിന്നെ തുടങ്ങിയാണ് 6ാമത്തെ തൊട്ട് പിന്നെ വരുന്നത്. ആ ബ്ലോക്ക് ചെയ്ത സമയത്ത് ഓരോ ചന്ദ്രവട്ടം കടന്നു പോകുമ്പോഴും എൻ്റെ ബ്രെയിൻ പറയണേ, നീ തുടങ്ങുന്നില്ലേ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ന്യൂ മൂൺ വരുമ്പോൾ ഓർമ്മപ്പെടുത്തും, ഫുൾ മൂൺ വരുമ്പോൾ ഓർമ്മപ്പെടുത്തും. അപ്പൊ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് കാലഗണനയുമായി ബന്ധപ്പെട്ട് നമ്മളെ ഓർമ്മിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഘടകമാണ് ചന്ദ്രൻ. അതുപോലെ തന്നെ ഇപ്പൊ എന്നെ ഇവിടെ ഇന്ന് പിടിച്ച് ഇപ്പൊ ഒരു റൂമിനകത്ത് പിടിച്ച് ഇട്ട് രാത്രി എന്താണ് പകൽ എന്താണെന്ന് അറിഞ്ഞാൽ എന്നെ ഇന്ന് പിടിച്ചുകൊണ്ട് ഇട്ട് ഒരു 10 ദിവസമോ 15 ദിവസമോ 20 ദിവസമോ കഴിഞ്ഞിട്ട് എന്നെ പുറത്ത് വിട്ടാലും എനിക്ക് രാത്രി നിരീക്ഷിക്കുന്ന എനിക്ക് മനസ്സിലാവും ഇത്ര ഡിസ്റ്റൻസ് ആയിട്ടുണ്ടെന്ന്.
അത് മനസ്സിലാക്കാൻ പറ്റും. അത് ചന്ദ്രന്റെ ആ ഈ കലയും ചന്ദ്രന്റെ സമയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിലായില്ലേ, സൂര്യൻ എവിടെയാണ് നിൽക്കണമെന്നും ഭൂമി എവിടെയാണ് നിൽക്കണമെന്നും എനിക്ക് ഇപ്പൊ കാണാൻ പറ്റും, അറിയാൻ പറ്റും. ഇപ്പൊ ഈ സമയം മാത്രം നോക്കിയാൽ മതി ഇവരെ എവിടെയാണ് നിൽക്കുന്നത്, മനസ്സിലായില്ലേ? സാറ് പറഞ്ഞ ഒരു ക്ലാസ് നമ്മുടെ ജീവനോട് നിലനിർത്തുന്നത് ചന്ദ്രനാണെന്ന് ശരിക്കും അതെ 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 ക്ലാസ് വരുന്നുണ്ട്. അതെ 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 അതൊക്കെ ഉണ്ട്. ചന്ദ്രനിലൊക്കെ നമ്മൾ ചന്ദ്രനിൽ പോകും. ചന്ദ്രനിലെ കൃത്യമായിട്ട് നമ്മൾ അതിനെ അറിയും, അതിനെ സ്നേഹിക്കും, മനസ്സിലല്ലേ? അത് മാത്രമല്ല, നമ്മളല്ല എല്ലാ 29.5 ദിവസവും ഈ ചന്ദ്രൻ കൃത്യമായി പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പോലെ തന്നെയാണ് ഒരു സ്ത്രീക്ക് അവരുടെ ആർത്തവ ചക്രം എന്ന് പറയുന്നത്, മെൻസസ് പീരീഡും അങ്ങനെ തന്നെയാണ്. അത് പ്രപഞ്ചം കൃത്യമായി ഒരു സ്ത്രീക്ക് കൃത്യമായി അതിനെ അതേ പ്രോസസ്സ് പോലെ തന്നെ കണക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു മാസത്തിൽ നിന്ന് പോലും ഒരു ചന്ദ്രവട്ടത്തിൽ നിന്ന് പോലും ഒരു പെണ്ണ് ആ പ്രപഞ്ചത്തിൽ, അതായത് പ്രകൃതിയിലെ ഏറ്റവും പ്രകൃതിയുമായി ലയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ചന്ദ്രനെ പോലെ തന്നെയാണ് ഈ പ്രോസസ്സ് നടക്കുക. ഇവിടെ ഓരോ പുല്ലും ഇവിടെ വളർന്നു വരണമെങ്കിൽ അതിന് ചന്ദ്രന് വളരെയധികം നിർണായക പങ്കുണ്ട്, മനസ്സിലല്ലേ? അപ്പൊ അത്തരം ഞാനൊന്ന് പറയട്ടെ. കലാമൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ഒരു പുല്ലിന് ചവിട്ടുമ്പോ ചന്ദ്രന് വേദനിക്കുന്നു തന്നെയല്ലേ? കലാം സാറാണോ? അബ്ദുൽ കലാം സാറാണോ? അബ്ദുൽ കലാം. അതെ അതെ അതെ. ഒരു പുല്ലിൽ ചവിട്ടുമ്പോൾ ചന്ദ്രന് വേദനിക്കുമോ? ഞാൻ ആദ്യം കേൾക്കണ കേട്ടാ. താങ്ക് യു. അപ്പൊ അത്രയും അത് എന്തുണ്ട്, ഇവിടെ ചന്ദ്രന് വളരെ വലിയ പങ്കുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ സ്വപ്നങ്ങൾ തരുന്ന പ്രപഞ്ചത്തിനോടൊക്കെ നന്ദിയും കാര്യങ്ങളൊക്കെ നമ്മളെ കടപ്പാടൊക്കെ ഉള്ളതുപോലെ നമ്മളിവിടെ നിലനിർത്തിയിരിക്കുന്ന കുറെ കുഞ്ഞു മനുഷ്യർ വേറെ ഉണ്ട്. മൊത്തം പ്രപഞ്ചത്തിന് മാത്രം കൊടുക്കണം, അവർക്കും കൂടെ കൊടുക്കണം, അവരും കൂടെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? 36 എന്തെങ്കിലും ചോദിക്കാനോ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ കൂടെ വേണമെങ്കിൽ പോകാം. ബാക്കിയുള്ളവർ 10th ബാച്ചിൻ്റെത് അത് ഞാൻ നാളെ ഇടാം. അതായത് മൊത്തം 4 ദിവസം കാണും. അത് ഏത് ദിവസമാണെന്നുള്ളത് ഞാൻ നാളെ ആയിട്ട് ഇടാം കേട്ടോ. പക്ഷേ എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കേട്ടോ, ബാക്കിയുള്ള ബാച്ചിന്റെ. എന്നാലും നമ്മളെ ക്ലാസ് കൃത്യമായിട്ട് ഏത് ദിവസമാണെന്നുള്ളത് അറിയിക്കാം. നാളെ ഞാൻ ഇടുന്നുണ്ട്. എനിക്ക് ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ശരി. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? കേൾക്കാം സാറേ. തോമസ് സാറേ. പിന്നെ ആദ്യം ഒരാൾ ചോദ്യം ചോദിച്ചായിരുന്നു, എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പൊ സാറ് പറഞ്ഞു നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നല്ല ചിന്തകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിക്കോളും, നെഗറ്റീവിനെ റിമൂവ് ചെയ്യാൻ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചില പ്രൊഫഷൻ ഉണ്ട്, ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർ, അവർക്ക് പിന്നെ കള്ളൻ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നതെന്ന് ചിന്തിച്ചാലാണ് അവനെ പിടിക്കാൻ പറ്റുന്നത്. അതെ. അതുപോലെ പിന്നെ വേറൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഹാക്കറിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ എത്തിക്കൽ ഹാക്കർ അവനും മറ്റേ ഹാക്കർ എങ്ങനെ തിങ്ക് ചെയ്യുന്നതെന്ന് തിങ്ക് ചെയ്യണം. പക്ഷെ ഇത് അതൊരു നെഗറ്റീവ് വേ ഓഫ് ഗോയിങ് ആണോ? അല്ലല്ല. എന്റെ അത് എനിക്ക് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്ന വ്യത്യസ്തമായ ദർശനങ്ങളിലൂടെയാണ് ആൾക്കാർ അത് പറയാറുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്, നമുക്ക് സത്യം മീൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ അത് പോസിറ്റീവാണ്. ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ഡ്യൂട്ടിയിൽ നിൽക്കേണ്ടത് ആവശ്യമാണെങ്കിൽ അത് പോസിറ്റീവാണ്. ഒരു കള്ളൻ എങ്ങനെ ചിന്തിക്കുന്നു ചിന്തിക്കേണ്ടത് ആണ് ഒരു പോലീസുകാരന്റെ പോസിറ്റീവ്. മനസ്സിലായില്ലേ? നമുക്ക് ആവശ്യമുള്ളതിനെ, അതായത് ഇപ്പോൾ ഉദാഹരണം നമ്മൾ പല തവണയും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഈ ഗ്രൂപ്പിൽ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓക്സിജൻ ആണ് പോസിറ്റീവ്, കാർബൺ ഡൈ ഓക്സൈഡ് നെഗറ്റീവ് ആണ്.